നമസ്തേ, ഓം നമഃ ശിവായ. എല്ലാവർക്കും ആത്മപ്രണാമം. ശരയോഗം അഭ്യസിക്കുന്ന അല്ലെങ്കിൽ ആത്മീയമായ അനുഷ്ഠാനങ്ങൾ ചെയ്യുന്ന ഒരാളുടെ ജീവിത രീതി എപ്രകാരമാകണം എന്നുള്ള വിഷയമാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. ശരിയായ ആഹാരം എന്തായിരിക്കണം, ശരിയായ ശ്വസനം എങ്ങനെയാവണം, ശരിയായ വ്യായാമം എന്താണ്, ശരിയായ വിശ്രമം എന്താണ്, ശരിയായ ലൈംഗിക ജീവിതം എന്താണ്, ശരിയായിരിക്കുന്ന പ്രകൃതിബന്ധം എന്താണ്, ഭൗതിക ആത്മീയ രംഗങ്ങളിൽ വിജയിക്കുന്നതിന് ഏത് തരത്തിലുള്ള ഏത് വിധത്തിലുള്ള നിയമങ്ങളാണ് നമ്മൾ പാലിക്കേണ്ടത്. ഇത് ഒരു ധ്യാനയോഗിക്ക് അല്ലെങ്കിൽ ഒരു ആത്മാന്വേഷകന് ഭൗതിക ആത്മീയ രംഗങ്ങളിൽ ഒരേപോലെ വിജയിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ മസ്റ്റായിട്ട് മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളാണ്. ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഓരോ മനുഷ്യനും 24 മണിക്കൂറാണുള്ളത്. ഒന്നാമതായി പറയുന്നൊരു കാര്യം, നമുക്കൊരു സമയനിഷ്ഠ, ഒരു ദിനചര്യ ഉണ്ടാകണം എന്നുള്ളതാണ്. പ്രഭാതത്തിൽ എഴുന്നേൽക്കുന്ന ശീലം നമുക്ക് വേണം. ആത്മീയ സാധനകൾ, ധ്യാനം, പ്രാണായാമം, മന്ത്രജപം, പ്രാർത്ഥനകൾ, യോഗാഭ്യാസങ്ങൾ, തന്ത്രാഭ്യാസങ്ങൾ, ഇതൊക്കെ ചെയ്യാനുള്ള ഏറ്റവും ഉത്തമമായ സമയം എന്ന് പറയുന്നത് രാവിലെയുള്ള സമയമാണ്. ബ്രഹ്മമുഹൂർത്തം, ഭ്രാമമുഹൂർത്തം, സരസ്വതി യാമം എന്നൊക്കെ പറയുന്ന സമയം, ഏതാണ്ട് സൂര്യ ഉദയത്തിന് 2.5 മണിക്കൂർ മുമ്പുള്ള സമയം. കേരളത്തിൻ്റെ സമയക്രമം അനുസരിച്ച് സൂര്യോദയത്തിന് 2.5 മണിക്കൂർ മുമ്പുള്ള സമയം പൊതുവെ നമുക്ക് ആ ബ്രഹ്മമുഹൂർത്ത സമയം എന്ന് പറയാം. സൂര്യൻ 6 മണിക്കാണ് ഉദിക്കുന്നതെങ്കിൽ 3:30 മുതൽ, വെളുപ്പിന് 3:30 മുതലുള്ള സമയം 4:30, 5:30, 6 അല്ല 2.5 മണിക്കൂർ സമയം ബ്രഹ്മമുഹൂർത്ത സമയമായിട്ട് കണക്കാക്കും. സൂര്യൻ്റെ ഉദയവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇത് വരിക. അപ്പോൾ ഭാരതത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ ഉദയത്തെ അടിസ്ഥാനപ്പെടുത്തി വ്യത്യാസം ഉണ്ടായിരിക്കും. എങ്കിലും 3:30-ക്കും 4:00-നും രാവിലെ 6:00-നും ഇടയിലുള്ള സമയം പൊതുവെ ഈ ബ്രഹ്മമുഹൂർത്ത സമയമായിട്ട് നമ്മൾ പരിഗണിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ശരയോഗി അല്ലെങ്കിൽ ഒരു ധ്യാനയോഗി അല്ലെങ്കിൽ ഒരു ആത്മാന്വേഷകൻ അല്ലെങ്കിൽ ഒരു തന്ത്രപഠിതാവ് ആത്മീയ മേഖലയിൽ മാത്രമല്ല ഭൗതിക മേഖലയിൽ വിജയിക്കണമെന്നുള്ള ഏതൊരാളും അതിരാവിലെ എഴുന്നേറ്റ് ഇത്തരത്തിലുള്ള ഉപാസനാക്രമങ്ങൾ ചെയ്യണം. ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് നമ്മൾ പറയാറുണ്ട്. നമ്മൾ പലപ്പോഴും പറയാറില്ലേ, കണി കാണുക, ശകുനം കാണുക. രാവിലെ നമ്മൾ ഉറക്കം എഴുന്നേറ്റുന്നതിന് ശേഷം ആദ്യത്തെ 1.5 മണിക്കൂറിനുള്ളിൽ, ആദ്യത്തെ 1 മണിക്കൂർ ഒരു 30 മിനിറ്റ്, ആ 1.5 മണിക്കൂറിനുള്ളിൽ നമ്മൾ എന്താണോ കൂടുതൽ കാണുന്നത്, കൂടുതൽ കേൾക്കുന്നത്, കൂടുതൽ മണക്കുന്നത്, കൂടുതൽ രുചിക്കുന്നത്, കൂടുതൽ സ്പർശിക്കുന്നത്, അതായത് 5 ഇന്ദ്രിയങ്ങളിലൂടെയാണല്ലോ നമ്മൾ ഈ ലോകത്തെ കാണുന്നത്, കേൾക്കുന്നത്, അറിയുന്നത്, അനുഭവിക്കുന്നത്, സ്പർശിക്കുന്നത്, രുചിക്കുന്നത്. കണ്ണ് കാഴ്ച, ചെവി കേൾവി, മൂക്ക് ഗന്ധം, നാവ് രുചി, ത്വക്ക് സ്പർശനം. അപ്പോൾ നമ്മൾ രാവിലെ എഴുന്നേറ്റിട്ട് എന്തിനെ പറ്റിയാണോ നമ്മൾ ചിന്തിക്കുന്നത്, മനസ്സാ ചിന്തിക്കുന്നത്, വാക്കുകളിലൂടെ പറയുന്നത്, ശരീരം കൈയും കാലും ഒക്കെ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നത്, മനസ്സാ വാച കർമ്മണ, ഇങ്ങനെയാണ് കർമ്മം നമ്മുടെ ഉള്ളിൽ രൂപപ്പെടുക. അപ്പോൾ നമ്മൾ കാണുന്നതും കേൾക്കുന്നതും അറിയുന്നതും സ്പർശിക്കുന്നതും രുചിക്കുന്നതും മണക്കുന്നതും ചിന്തിക്കുന്നതും ഒക്കെ പോസിറ്റീവായ കാര്യങ്ങളാണെങ്കിൽ നമ്മളുടെ ജീവിതം പോസിറ്റീവായിരിക്കും, മനസ്സ് പോസിറ്റീവായിരിക്കും. 5 ഇന്ദ്രിയങ്ങളിലൂടെ കിട്ടുന്ന ഡേറ്റാസിൽ നിന്നാണ് നമ്മളുടെ മനസ്സ് രൂപപ്പെടുക എന്ന് പറയും. അപ്പോൾ അതിരാവിലെ നമ്മൾ എഴുന്നേൽക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതുള്ള കാര്യം, നമ്മുടെ 5 ഇന്ദ്രിയങ്ങളെ, കണ്ണിനെ, ചെവിയെ, മൂക്കിനെ, നാക്കിനെ, ത്വക്കിനെ, അതായത് നമ്മളുടെ മനസ്സിനെ, നമ്മളുടെ ബോധതലത്തെ, നമ്മളുടെ ഊർജ്ജതലത്തെ, നമ്മളുടെ പ്രാണതലത്തെ, നമ്മുടെ ഉള്ളിലെ ആത്മചൈതന്യത്തെ ഉണർത്തുന്ന, ഉയർത്തുന്ന, വികസിപ്പിക്കുന്ന, പരിണമിപ്പിക്കുന്ന, ചൈതന്യവൽക്കരിക്കുന്ന പ്രാക്ടീസുകൾ ചെയ്യണം. അത് യോഗ പരിശീലനങ്ങളാണ്, തന്ത്രപരിശീലനങ്ങളാണ്, നമ്മളിപ്പോൾ പഠിക്കുന്ന ശരയോഗ വിദ്യ പോലെയുള്ള ഉന്നതമായിട്ടുള്ള പരിശീലനങ്ങളാണ്. ഈ പരിശീലനം കൃത്യമായി നമ്മൾ രാവിലെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ആ ദിവസം തന്നെ മനോഹരമാക്കി മാറ്റാൻ പറ്റും. രാവിലെ ആദ്യത്തെ ഉറക്കം എഴുന്നേറ്റതിന് ശേഷമുള്ള 1.5 മണിക്കൂർ എന്ത് കാര്യങ്ങളിലാണോ നിങ്ങൾ പോകുന്നത് അത് ആ ദിവസം മുഴുവൻ നിങ്ങളെ സ്വാധീനിക്കും. നിങ്ങൾ രാവിലെ എഴുന്നേറ്റിട്ട് മെഡിറ്റേഷൻ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ മെഡിറ്റേഷൻ്റെ ഊർജ്ജം ആ ദിവസം മുഴുവൻ നിങ്ങളുടെ ഉള്ളിൽ നിൽക്കും. രാവിലെ എഴുന്നേറ്റ് നിങ്ങൾ വീട്ടിൽ വഴക്കും ബഹളവും ഉണ്ടാക്കുകയാണെങ്കിൽ ആ ഒരു ഊർജ്ജം, വഴക്കിൻ്റെ ബഹളത്തിൻ്റെ രാവിലെ നിങ്ങളുടെ മനസ്സിൽ ബോധത്തിൽ പതിഞ്ഞ ഊർജ്ജമായിരിക്കും ആ ദിവസം മൊത്തം പോവുക, നമ്മളുടെ മൂഡ് മുഴുവൻ നശിപ്പിക്കും. അതാണ് കണി കാണുക, ശകനം കാണുക, നല്ലത് കാണുക, നല്ലത് ചിന്തിക്കുക, ഉപാസനകൾ ചെയ്യാൻ പറയുന്നത്. ഈശ്വര സ്മരണയോടെ പ്രാതസ്മരണ സ്തോത്രങ്ങളൊക്കെ ഉണ്ട് അല്ലേ, നല്ല ചിന്തകളോട് കൂടിയിട്ടുള്ള. നമ്മൾ ക്ഷേത്രങ്ങളിലൊക്കെ രാവിലെ നമ്മൾ ഉറക്കം എഴുന്നേൽക്കുമ്പോൾ നമ്മുടെ നാട്ടിൻപുറത്തെ ക്ഷേത്രങ്ങളിലൊക്കെ
അത്തരത്തിലുള്ള പ്രഭാത സ്തോത്രങ്ങളൊക്കെ വെക്കുന്നത് കേട്ടിട്ടുണ്ട്. അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് വല്ലാത്തൊരു എനർജിയാണ് അല്ലേ? കാരണം അതിൻ്റെ അകത്തുള്ള ആ നാമങ്ങളുടെ, കീർത്തനങ്ങളുടെ, മന്ത്രങ്ങളുടേതായിരിക്കുന്ന പിന്നിലെ ഊർജം വളരെ പോസിറ്റീവാണ്, ഡിവൈനാണ്. ഓക്കെ, അപ്പോൾ എന്നതുപോലെ നമ്മൾ ഈ രാവിലെ എഴുന്നേറ്റിട്ട് ആദ്യത്തെ 1.5 മണിക്കൂറിനുള്ളിൽ നമ്മൾ പഠിച്ച ഉപാസനകൾ ചെയ്യണം. രാത്രി നമ്മൾ കിടന്നുറങ്ങി ഒരു 6 മണിക്കൂർ 8 മണിക്കൂർ ഉറങ്ങി നമ്മളുടെ ശരീരവും ബാഹ്യശരീരവും അല്ലേ, നമ്മളുടെ ആന്തരിക ശരീരവും നമ്മളുടെ ബ്രെയിനും നമ്മളുടെ ശ്വാസകോശവും ഹൃദയവും കരളും വൃക്കകളും ഒക്കെ വളരെ റിലാക്സ് ആയിട്ട് 8 മണിക്കൂർ ഉറക്കത്തിലൂടെ ഒരു പുതിയ ഊർജ്ജത്തിൽ എഴുന്നേറ്റ് വരുന്ന സമയം കൂടിയാണ് ഈ ബ്രഹ്മമുഹൂർത്ത സമയം എന്ന് പറയും. മസ്റ്റായിട്ട് നിങ്ങൾ 6 മുതൽ 8 മണിക്കൂർ വരെ ഉറങ്ങിയിരിക്കണം എന്നാണ് പറയുക. 12-16 മണിക്കൂർ ഈ ലോകവുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർ തീർച്ചയായിട്ടും 6 മുതൽ 8 മണിക്കൂർ വരെ ആഴത്തിൽ ഉറങ്ങണം. ഡീപ്പ് സ്ലീപ്പ്, അത് നമ്മൾ മറ്റൊരു വിഷയമാണ് ഉറക്കം. ഇന്ന് പലർക്കും ഡീപ്പ് സ്ലീപ്പ് ഇല്ല. ഉറക്ക പ്രശ്നങ്ങൾ കൊണ്ട് തന്നെ അനേക രോഗങ്ങൾ ഉണ്ടാകുന്നുണ്ട്. എങ്ങനെ ഉറങ്ങണമെന്ന് നമുക്കറിയില്ല. ഉറക്കത്തിൽ പലതരത്തിലുള്ള സ്വപ്നങ്ങൾ കാണുന്നു, പേടിക്കുന്നു, ഇടയ്ക്ക് ഉറക്കം എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ ഉറക്കമേ വരാത്ത അവസ്ഥകളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അത് അടുത്ത ഭാഗത്ത് നമുക്ക് വളരെ വിശദമായിട്ട് പറയാം. അപ്പോൾ 6 മുതൽ 8 മണിക്കൂർ വരെ നിങ്ങൾ ആഴത്തിൽ ഉറങ്ങണം. സുഷുപ്തി ആ രീതിയിൽ ഉറങ്ങണം എന്നാണ് യോഗിമാർ പറയുക. യോഗിക് സ്ലീപ്പിംഗ്, യോഗ നിദ്ര എന്നൊക്കെ പറയും. അതിലേക്ക് നമുക്ക് വരാം. അപ്പോൾ അങ്ങനെ 6-8 മണിക്കൂർ ഉറങ്ങി നമ്മളുടെ ശരീരവും നമ്മളുടെ ബോധതലവും നമ്മളുടെ പ്രാണതലവും ബാഹ്യാവയവങ്ങളും ആന്തരികാവയവങ്ങളും ഒക്കെ റിലാക്സ് ആയിട്ട് നമ്മൾ രാവിലെ എഴുന്നേറ്റ് ഒരു 4 മണി 5 മണി സൂര്യൻ ഉദിക്കുന്നതിന് അരമണിക്കൂർ മുമ്പെങ്കിലും എഴുന്നേൽക്കണം. 3:30 മുതലുള്ള സമയം ഉപാസനകൾക്ക് നല്ലതാണ്. യോഗികൾ പറയുക, നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ ശാരീരിക സ്ഥിതി, നിങ്ങളുടെ പ്രായം, നിങ്ങളുടെ ആരോഗ്യാവസ്ഥ, രോഗാവസ്ഥ ഇതൊക്കെ നോക്കിയിട്ട് എങ്കിൽ പോലും നിങ്ങൾ 6 മണിക്കാണ് സൂര്യൻ ഉദിക്കണതെങ്കിൽ 5:30 എഴുന്നേറ്റ് നിങ്ങളുടെ ഉപാസനാക്രമം തുടങ്ങിയിരിക്കണം. ഇപ്പോൾ രാവിലെ എഴുന്നേറ്റിട്ട് എല്ലാവർക്കും കുളിക്കാൻ പറ്റണമെന്നില്ല. പ്രായം കൊണ്ട് രോഗം കൊണ്ടൊക്കെ പറ്റില്ല. കുളിക്കാൻ പറ്റുന്നവരൊക്കെ നന്നായിട്ട് കുളിക്കണം. എന്ന് വെച്ചാൽ നമ്മൾ 7-8 മണിക്കൂർ കിടന്നുറങ്ങിക്കഴിയുമ്പോൾ ശരീരത്തിൽ പലതരത്തിലുള്ള മാലിന്യങ്ങൾ വിയർപ്പിലൂടെ പുറന്തള്ളുന്നുണ്ട്. അതെല്ലാം നമ്മളുടെ ത്വക്കിലുണ്ടാകും. അപ്പോൾ രാവിലെ എഴുന്നേറ്റിട്ട് പ്രധാനമായും ചെയ്യേണ്ട 2 കാര്യങ്ങൾ കോഷ്ഠശുദ്ധി, ദന്തശുദ്ധിയാണ്. അപ്പോൾ ആയുർവേദമൊക്കെ വളരെ പ്രാധാന്യത്തിൽ ഇത് പറയുന്നുണ്ട്. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമ്മൾ വയറ് ക്ലീൻ ചെയ്യുക, ബാത്റൂമിൽ പോവുക, മലവിസർജനം നടത്തുക, മൂത്രവിസർജനം നമ്മൾ നടത്തുക. അതിനുശേഷം വന്ന് പല്ല് തേച്ച് നാക്ക് പൊടിക്കുക. ശേഷം കുളിക്കാൻ സാധിക്കുകയാണെങ്കിൽ കുളിക്കാം, ഇല്ലെങ്കിൽ കയ്യും കാലും മുഖവും കഴുകി തുടയ്ക്കണം. ഇത് പ്രാഥമികമായിട്ട് നമുക്ക് വേണം. ശുചിത്വം വേണം, വൃത്തി വേണം. വളരെ ഹൈജീനിക് ആയിരിക്കുന്ന ഒരു അന്തരീക്ഷത്തിൽ വേണം ഉപാസനകൾ ചെയ്യാൻ. രാവിലെ നിങ്ങൾ ഉപാസന ചെയ്യാനിരിക്കുന്ന മുറി അടിച്ചു തൂത്ത് വൃത്തിയാക്കിയിട്ടിരിക്കണം. രാത്രി മുഴുവൻ അടച്ചിട്ട മുറിയാണെങ്കിൽ എന്ത് ചെയ്യണം? വായു അതിൻ്റെ അകത്ത് ദുഷിച്ചിരിക്കും. 7-8 മണിക്കൂർ അടച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്യണം? വാതിലുകളും ജനാലകളും ഒക്കെ തുറന്ന് ഫാനൊക്കെ ഇട്ട് ഒരു 10 മിനിറ്റ് വായു പ്രവാഹം, ഫ്രഷ് എയർ ഉള്ളിലേക്ക് കിടത്തണം. മുറിയിലിരുന്നാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ മുറിയിലിരുന്ന് ചെയ്യാം ഉപാസന. നിങ്ങളുടെ വീടിൻ്റെ മുകളിൽ ടെറസിലിരുന്ന് പ്രാക്ടീസ് ചെയ്യാം, പൂന്തോട്ടത്തിലിരുന്ന് പ്രാക്ടീസ് ചെയ്യാം, എവിടെ ഇരുന്നും ചെയ്യാം, പൂജാമുറിയിലിരുന്ന് ചെയ്യാം. ഉപാസന ചെയ്യുന്ന അന്തരീക്ഷം ശുദ്ധമായിരിക്കണം. പൊടിപടലങ്ങളില്ലാത്ത ശുദ്ധമായ അന്തരീക്ഷത്തിൽ, വായുപ്രവാഹമുള്ള അന്തരീക്ഷത്തിലിരുന്ന് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കണം. അപ്പോൾ ഇത് പ്രാഥമികമായി ഒരു ഉപാസകൻ്റെ ജീവിതചര്യയിൽ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇപ്പോൾ പറഞ്ഞതിൻ്റെ ചുരുക്കം എന്ന് പറഞ്ഞാൽ, പ്രഭാതത്തിൽ ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേൽക്കുക. 3:30 മുതൽ 6 മണി വരെയുള്ള സമയം. 3:30 എഴുന്നേക്കാം, 4 എഴുന്നേക്കാം, 5 എഴുന്നേക്കാം, 5:30 എഴുന്നേക്കാം. എന്തായാലും ഉദയത്തിന് അരമണിക്കൂർ മുമ്പ്. 6 ഉദയമെങ്കിൽ 5:30 നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. രാവിലെ എഴുന്നേറ്റ് കഴിയുമ്പോൾ തന്നെ എന്ത് ചെയ്യണം? കോഷ്ഠശുദ്ധി, ദന്തശുദ്ധി, ബാത്റൂമിൽ പോകണം. അതുപോലെ തന്നെ പല്ല് തേക്കണം. കുളിക്കാൻ സാധിക്കുമെങ്കിൽ കുളിക്കണം, ഇല്ലെങ്കിൽ കൈയും കാലും മുഖവും കഴുകി തുടച്ചിട്ട് ഉപാസനയ്ക്കിരിക്കണം. ഇതൊക്കെ ഈ കുളി, പല്ല് തേപ്പ്, ബാത്റൂമിൽ പോക്ക്, ഇതൊക്കെ മാക്സിമം ഒരു 15-20 മിനിറ്റ് കൊണ്ട് നമുക്ക് തീർക്കാൻ പറ്റണം. ഓക്കെ, ഇതിനൊന്നും ഒരുപാട് സമയം എടുക്കരുത്. എന്നിട്ട് ഉപാസന എഴുന്നേറ്റ് ആദ്യം 1.5 മണിക്കൂറിനുള്ളിൽ ഉപാസന സ്റ്റാർട്ട് ചെയ്തിരിക്കണം. അപ്പോൾ ഉപാസനയിലൂടെ നമ്മളുടെ ശരീരവും മനസ്സും ബോധതലവും പ്രാണതലവും ചക്രതലവും ഒക്കെ എനർജൈസ് ചെയ്യപ്പെടും. ആദ്യമേ തന്നെ ഈശ്വരനെ സ്മരിച്ചുകൊണ്ട് നമ്മൾ ആ ദിവസം ആരംഭിക്കും. അത് മനോഹരമായിട്ട് മാറും. പ്രഭാതങ്ങളെ ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. നിങ്ങൾ നോക്കൂ, നിങ്ങളുടെ ചുറ്റുമുള്ള നിങ്ങളുടെ പരിസരത്ത് ഈ പറയുന്ന ജീവജാലങ്ങൾ, പക്ഷിമൃഗാദികൾ, സസ്യലതാദികളൊക്കെ ഉയർന്നു വരുന്ന സമയം ഈ പ്രഭാത സമയമാണ് അല്ലേ? അപ്പോൾ ആ സമയം നമ്മൾ ഉറങ്ങി നഷ്ടപ്പെടുത്താതിരിക്കുക. മസ്റ്റായിട്ട് ബ്രഹ്മമുഹൂർത്തത്തിൽ തന്നെ ഉപാസന ചെയ്യുക. അതിനെന്ത് വേണം? നിങ്ങൾ രാവിലെ എഴുന്നേൽക്കണമെങ്കിൽ
രാത്രി ഒരു 10 മണിക്കെങ്കിലും കിടക്കണം. നമ്മൾ പഴയ കാലത്ത് ഈ വൈദ്യുതിയൊന്നും ഇല്ലാതിരുന്നൊരു കാലഘട്ടത്തിൽ, പ്രത്യേകിച്ചും കേരളത്തിലെ പഴമക്കാരൊക്കെ പറയാറുണ്ട്, അവർ സന്ധ്യയ്ക്ക് ഒരു 5:30-6 മണിക്ക് വിളക്കൊക്കെ വെച്ച് നാമമൊക്കെ ജപിച്ച് 7-7:30, പലയിടത്തും ക്ലോക്കും ഇല്ല, ടൈം പീസും ഇല്ല, സമയം പോലും അറിയാൻ പറ്റുന്നില്ല, ഏകദേശം ഭൂമിയുടെ വെളിച്ചവും ഊർജം സൂര്യൻ പോയതിൻ്റെയൊക്കെ സമയമൊക്കെ കണക്കാക്കിയാണ് പണ്ട് കാലത്ത് സമയം കണ്ടെത്തിയിരുന്നത്, സമയം മനസ്സിലാക്കിയിരുന്നത്. ഇന്ന് നമ്മൾ വൈദ്യുതി വന്നു, നമ്മൾ വളരെ അൾട്രാ മോഡേൺ ലൈഫ് നമ്മൾ നയിക്കുന്നു. നമുക്ക് TV ഉണ്ട്, ഇൻ്റർനെറ്റ് ഉണ്ട്, മൊബൈൽ ഫോണുണ്ട്, നമ്മളെ ജീവിത ക്രമം തന്നെ മാറിപ്പോയിരിക്കുന്നു. ഇതൊന്നും വേണ്ടെന്നല്ല പറഞ്ഞത്. പഴയ കാലങ്ങളിൽ ഒരു 7 മണിയൊക്കെ 7:30-ക്കുള്ളിൽ തന്നെ സാധാരണഗതിയിൽ അവർ കിടക്കുകയും ഉറങ്ങുകയും ചെയ്യുമായിരുന്നു. മാക്സിമം 8 മണി. നമ്മളിന്ന് 12 മണി, 1 മണി, 2 മണിക്കൊക്കെയാണ് നമ്മൾ ഉറങ്ങുക. നമ്മുടെ ഉള്ളിലെ ഒരു ബയോളജിക്കൽ ക്ലോക്കുണ്ട്, ഈ പ്രപഞ്ചത്തിൻ്റെ ഒരു ബയോളജിക്കൽ ക്ലോക്കുണ്ട്. ഇത് രണ്ടും വിരുദ്ധ ദിശയിലാണ്. അതുകൊണ്ടാണ് പല അസുഖങ്ങളും ഇന്നുണ്ടാകുന്നത്. ഇപ്പോൾ സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ ഏകദേശം 3 മണിക്കൂറിനുള്ളിൽ തന്നെ, 6 മണിക്കാണ് സൂര്യൻ അസ്തമിക്കുന്നതെങ്കിൽ 7, 8, 9, ശരിക്കും 2.5 മണിക്കൂറാണ് പറയുക, 3 മണിക്കൂറല്ല, 2.5 മണിക്കൂറിനുള്ളിൽ തന്നെ നിങ്ങളുടെ ആന്തരിക അവയവങ്ങളെല്ലാം ഉറങ്ങാൻ തുടങ്ങും. അതുകൊണ്ടാണ് വൈകി ആഹാരം കഴിക്കരുതെന്ന് പറയാറുള്ളത്. സാധാരണ സൂര്യ അസ്തമയത്തിന് മുമ്പ് കട്ടിയുള്ള ആഹാരം കഴിക്കുകയും അതിനുശേഷം കിടക്കുന്നതിന് മുമ്പോ, പഴമക്കാർ പണ്ട് 6 മണി സന്ധ്യയ്ക്ക് വിളക്ക് വയ്ക്കുന്നതിന് മുമ്പ് തന്നെ, സൂര്യ അസ്തമയത്തിന് മുമ്പ് തന്നെ ആഹാരം കഴിക്കുമായിരുന്നു. കാരണം സൂര്യാസ്തമയത്തോടെ പ്രപഞ്ചം ഉറങ്ങാൻ തുടങ്ങും, പ്രകൃതി ഉറങ്ങാൻ തുടങ്ങും, അല്ലേ? നമുക്കുറക്കം വരും, നമ്മളുടെ ആന്തരിക അവയവങ്ങൾ ഉറക്കത്തിലേക്ക് പോകും. അതുകൊണ്ട് തന്നെ വൈകിട്ട് ഭക്ഷണം കഴിച്ചിട്ട് രാത്രി വല്ല ഫ്രൂട്ട് ജ്യൂസോ പഴങ്ങളോ പഴച്ചാറുകളോ ഒക്കെ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി മാക്സിമം ഇപ്പോൾ ജോലി മറ്റു കാര്യങ്ങൾ കൊണ്ട് നമുക്കത് സാധ്യമല്ല എങ്കിൽ ഒരു 8 മണിക്ക് മുമ്പെങ്കിലും നിങ്ങൾ ഭക്ഷണം കഴിച്ചിരിക്കണം. 8 മണിക്ക് മുമ്പെങ്കിലും. കാരണം ഉറങ്ങുന്നതിന് 2 മണിക്കൂർ മുമ്പ് ഭക്ഷണം കഴിച്ചിരിക്കുക. അത് ലൈറ്റ് ഫുഡ്, കഞ്ഞിയോ അങ്ങനെ എന്തെങ്കിലും ലിക്വിഡ് ഫോമിലുള്ള കാര്യങ്ങൾ കഴിക്കുക. എന്തുകൊണ്ടാണ്? നമ്മൾ ദഹിക്കാതെ ഇരിക്കുന്ന ഭക്ഷണവുമായിട്ട് കിടക്കാൻ പോയി കഴിഞ്ഞാൽ ഗ്യാസ് ട്രബിൾ, അസിഡിറ്റി, അങ്ങനെ പല ഇഷ്യൂസ് ഉണ്ടാവും. അതാണ് 10 മണിക്കാണ് ഉറങ്ങുന്നതെങ്കിൽ 8 മണിക്ക് മുമ്പ്, മാക്സിമം 7:30-ക്കുള്ളിലെങ്കിലും ഭക്ഷണം കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതിനേക്കാൾ ഏറ്റവും ബെറ്റർ സൂര്യാസ്തമയത്തിന് മുമ്പ് തന്നെ, ഒരു 5:30-ക്ക് മുമ്പ് തന്നെ രാത്രിയിലേക്കുള്ള ഫുഡ് കഴിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇതേവരെയുള്ള ജീവിതക്രമം കൊണ്ട് ഇതെല്ലാവർക്കും പുലർത്താൻ കഴിയണമെന്നില്ല, രാത്രി വിശക്കും. അപ്പോൾ എന്തെങ്കിലും വളരെ എളുപ്പത്തിൽ ദഹിക്കാവുന്ന ഭക്ഷണക്രമങ്ങൾ, പഴങ്ങളോ പഴച്ചാറുകളോ എന്തെങ്കിലുമൊക്കെ അങ്ങനെ കഴിക്കാം. അത് കുറച്ച് നാൾ ശീലിച്ചു കഴിഞ്ഞാൽ നമുക്കത് നമ്മളുടെ ജീവിതത്തിൻ്റെ ഭാഗമാകും. ഇന്ന് നമ്മൾ പലപ്പോഴും രാത്രിയിൽ വളരെ ഹെവി ആയിട്ട് ഫുഡ് കഴിക്കും. ഇപ്പോൾ രാവിലെയും ഉച്ചയ്ക്കും ഒക്കെ നിങ്ങൾ ഫുഡ് കഴിച്ചാൽ കുഴപ്പമില്ല, കയ്യും കാലും ഒക്കെ നന്നായിട്ട് അനക്കി പല പ്രവർത്തനങ്ങൾ, പല ആക്ടിവിറ്റീസ് ചെയ്ത് ഊർജ്ജം ഉപയോഗിക്കപ്പെടുന്നുണ്ട്. പക്ഷേ രാത്രി ഹെവി ഫുഡ് കഴിച്ചാലോ നേരെ കിടക്കാൻ പോവാണ്, പ്രത്യേകിച്ച് കയ്യും കാലും അനക്കളൊന്നുമില്ല, നിശ്ചലമായിട്ട് കിടക്കുകയാണ്. അപ്പോൾ അത് ശരിയായ രീതിയിൽ ശരീരത്തിന് ഊർജ്ജം ഉപയോഗിക്കപ്പെടാതെ ഇരിക്കും. മാത്രമല്ല, ഈ പൊറോട്ട പോലെയുള്ള ഫാസ്റ്റ് ഫുഡ് ശീലങ്ങൾ നമ്മൾ ശീലിക്കുമ്പോൾ അത് രാത്രി 10 മണിക്കും 11 മണിക്കും 12 മണിക്കും 1 മണിക്കുമൊക്കെയാണ് നമ്മൾ ഇന്ന് നഗരജീവിതത്തിലൊക്കെ കഴിക്കുക. ഇത് ഫുൾ നമ്മളുടെ സിസ്റ്റത്തെ താറുമാറാക്കും. കാരണം മനുഷ്യൻ എന്ന് പറയുന്നത് ഈ പറയുന്ന സൗരജീവിയാണ്. അതായത് സൂര്യൻ ഉദിച്ചുയർന്നു തുടങ്ങുമ്പോൾ നമ്മുടെ സിസ്റ്റം എല്ലാം ആക്റ്റീവ് ആകും. സൂര്യൻ അസ്തമിക്കുമ്പോൾ നമ്മളുടെ സിസ്റ്റവും നമ്മളുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം ഉൾപ്പെടെ എല്ലാം ഉറങ്ങാൻ തുടങ്ങും. അപ്പോൾ ഒരു 8:30-9 മണിക്കുള്ളിൽ ഭക്ഷണം കഴിക്കാതെ നിങ്ങൾ 11-12 മണിക്കൊക്കെ കഴിച്ചാൽ നമ്മളുടെ സെക്കൻഡ് ബ്രെയിൻ എന്ന് പറയുന്നതാണ് നമ്മളുടെ ആമാശയം, അല്ല ഇതിൻ്റെ അകത്തേക്കാണ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് സ്വിച്ച് ഓഫ് ആയിരിക്കുന്ന സമയത്ത് നിങ്ങൾ ഫുഡ് ഇട്ട് കൊടുത്താൽ എന്ത് പറ്റും? ദഹനരസങ്ങൾ ശരിയായ വിധത്തിൽ അവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടില്ല. ഞാൻ പറയുന്നത് ശാസ്ത്രീയമായ കാര്യങ്ങളാണ്, സയൻറ്റിഫിക്കലി പ്രൂവ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ദഹനക്കേടിന്, മലബന്ധത്തിന്, അസിഡിറ്റിക്ക്, പുളിച്ചു തകട്ടലിന്, വയറ് സംബന്ധമായ പല പ്രശ്നങ്ങളെയും അടിസ്ഥാന കാരണം എന്ന് വെച്ചാൽ രാത്രി നമ്മൾ ഓവർലോഡായി കൊടുക്കുന്ന ഭക്ഷണമാണ്, സമയം തെറ്റി നമ്മൾ കഴിക്കുന്ന ഭക്ഷണമാണ്, അല്ലേ? ആ ഊർജ്ജം വിനിയോഗിക്കപ്പെടാതെ പോകുന്നു. കട്ടിയുള്ള രീതിയിലുള്ള ഭക്ഷണക്രമങ്ങൾ അതിനായിട്ട് ഉപയോഗിക്കുന്നു. അപ്പോൾ എപ്പോഴും ഒരു ശരയോഗി അല്ലെങ്കിൽ ഒരു ധ്യാനയോഗി, അന്വേഷകൻ ശ്രദ്ധിക്കേണ്ടത് ഭക്ഷണ കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ രാത്രി വൈകി ഭക്ഷണം കഴിക്കാതെ 8 മണിക്ക് മുമ്പെങ്കിലും ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കുക. അത് ലൈറ്റ് ഫുഡാക്കുക. നന്നായിട്ട് ഫുഡ് കഴിക്കണമെങ്കിൽ നിങ്ങൾ ഉച്ചയ്ക്ക് നന്നായിട്ട് ഫുഡ് കഴിക്കുക. വൈകിട്ട് 5:30-ക്ക് മുമ്പെങ്കിലും നിങ്ങളുടെ വൈകിട്ടുള്ള ഭക്ഷണക്രമം ശീലിക്കാം. ഇനി ഒരു രക്ഷയില്ല, നമുക്ക് ജോലിക്ക് പോയി രാത്രിയൊക്കെ ആകും വരുമ്പോഴെങ്കിൽ 8 മണിക്ക് മുമ്പ് എങ്കിലും ഭക്ഷണം കഴിക്കുക. എന്തായാലും കിടക്കുന്നതിന്
2 മണിക്കൂർ മുമ്പെങ്കിലും ഭക്ഷണം കഴിച്ച് ദഹിച്ചിട്ട് വേണം കിടക്കാൻ. ദഹിക്കാത്ത ഭക്ഷണവുമായിട്ട് പോയാൽ അസിഡിറ്റി, ഗ്യാസ് ട്രബിൾ ഉണ്ടാവും. കഴിക്കുന്ന ഭക്ഷണം ഇത്തരത്തിലുള്ളതാണെങ്കിൽ, ഈ പ്രകൃതത്തിലുള്ളതാണെങ്കിലും രാത്രി നമുക്ക് ഉറക്കക്കുറവുണ്ടാകും, അസിഡിറ്റി ഉണ്ടാവും. 10 മണിക്കെങ്കിലും മസ്റ്റായിട്ട് നിങ്ങൾ ഉറങ്ങണം. അത് നമ്മൾ ശീലിക്കണം. പണ്ട് നമ്മൾ പറഞ്ഞില്ലേ, പണ്ട് 6:30, 7, 7:30, 8 മണിക്കുള്ളിൽ മനുഷ്യൻ ഉറങ്ങുമായിരുന്നു. എന്നിട്ട് 9, 10, 11, 12, 1, 2, 3, 4 മണിക്ക് അവൻ എഴുന്നേക്കും. 8 മണിക്ക് ഉറങ്ങുന്നവന് 4 മണിക്ക് 8 മണിക്കൂർ സുഖമായിട്ട് ഉറക്കം കിട്ടി എഴുന്നേക്കാം അല്ലേ? നമ്മൾ ഇന്ന് മാറി. നമ്മൾ 12 മണി 1 മണി വരെയൊക്കെ മൊബൈൽ കണ്ടിരുന്ന് നമ്മളുടെ സിസ്റ്റം താറുമാറായി പോവുകയാണ്. കാരണം ആ ബയോളജിക്കൽ ക്ലോക്ക്, പ്രപഞ്ചത്തിൻ്റെ ഋതം, ഇതിന് തെറ്റായി നമ്മൾ പ്രവർത്തിപ്പിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾ ഒരു ഭക്ഷണം കഴിക്കുന്നത് രാത്രി 11 മണിക്കാണ്. സാധാരണഗതിയിൽ ഭക്ഷണം ദഹിക്കാൻ 2-2.5 മണിക്കൂറാണ് നമ്മൾ പറയുന്നത്. പക്ഷെ അത് പൂർണ്ണമായി ദഹിക്കണമെങ്കിൽ 7-8 മണിക്കൂർ വേണം അല്ലേ? നിങ്ങൾ ഉറങ്ങി എന്നും പറഞ്ഞാണ് കിടക്കുന്നത്, പക്ഷേ നിങ്ങളുടെ ആമാശയം പ്രവർത്തിക്കുന്നുണ്ട്. പോഷകഘടകങ്ങളെ സ്വീകരിക്കുന്ന പ്രവർത്തനം, വിസർജ്യത്തെ പുറന്തള്ളുന്ന പ്രവർത്തനം, ഭക്ഷണത്തെ ദഹിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ, അതിനാവശ്യമായിരിക്കുന്ന ദഹനരസങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പ്രവർത്തനം ഒക്കെ നിങ്ങളുടെ ആമാശയത്തിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഉറക്കം ഡീപ്പാകുമോ? ഇല്ല. നിങ്ങൾ 8 മണിക്കൂർ 7 മണിക്കൂർ ഉറങ്ങിയെന്ന് പറയുമ്പോഴും 11 മണിക്ക് ഭക്ഷണം കഴിച്ചിട്ട് കിടക്കുന്ന ഒരാൾ അതൊന്ന് ദഹിച്ചു വരാൻ മിനിമം 2.5 മണിക്കൂർ, മാക്സിമം പൂർണ്ണമായി ദഹിക്കാൻ 8 മണിക്കൂർ വേണം. അപ്പോൾ ഇത്രയും സമയം നമ്മൾ ഉറങ്ങിയെന്ന് വിചാരിക്കുന്ന ഈ സമയമൊക്കെ നമ്മളുടെ ആന്തരികാവയവങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഉറങ്ങുന്നതിനും 2-2.5 മണിക്കൂറെങ്കിലും ഭക്ഷണം കഴിച്ച് ഭക്ഷണം പൂർണ്ണമായി ദഹിച്ചതിന് ശേഷം ഉറങ്ങാൻ കഴിഞ്ഞാലാണ് ഡീപ്പ് സ്ലീപ്പ് കിട്ടുക. ഇന്ന് പല ഉറക്ക പ്രശ്നങ്ങളുടെയും അടിസ്ഥാന കാരണം അതാണ്. അപ്പോൾ നമ്മളുടെ വിഷയം ആഹാരമാണ്. ആഹാരത്തിലേക്ക് നമ്മൾ വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങൾ കൂടി താഴെ നമ്മൾ പറയാം. ഇപ്പോൾ ഓവറോൾ എല്ലാം നമ്മൾ പറഞ്ഞു. നിങ്ങൾ ജീവിതത്തിന് ഒരു അടുക്കും ചിട്ടയും നിഷ്ഠയും ഉണ്ടായിരിക്കണം, ദിനചര്യ ഉണ്ടായിരിക്കണം, ബ്രഹ്മമുഹൂർത്തത്തിൽ തന്നെ എഴുന്നേറ്റ് പ്രാക്ടീസ് ചെയ്യണം. രാവിലെ 4 മണിക്ക് എഴുന്നേൽക്കണമെങ്കിൽ രാത്രി നമ്മളൊരു 10 മണിക്കെങ്കിലും നമ്മൾ കിടക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം. തുടങ്ങിയ കാര്യങ്ങളാണ് പറയുന്നത്. നമ്മൾ യോഗ ഭാഷയിലേക്ക് വരുമ്പോൾ ആഹാരത്തെ 3 രീതിയിൽ തിരിച്ചിട്ടുണ്ട്. സാത്വികമായിരിക്കുന്ന ആഹാരം, രാജസികമായിരിക്കുന്ന ആഹാരം, താമസികമായിരിക്കുന്ന ആഹാരം എന്നാണ് പറയാം. ഇത് ആഹാരത്തിൻ്റെ ആ ഒരു പ്രകൃതം അനുസരിച്ചിട്ടാണ്. എന്താണ് സാത്വികമായിട്ടുള്ള ആഹാരം എന്ന് പറയാം? സാത്വികമായ ആഹാരം എന്ന് പറഞ്ഞാൽ നമുക്ക് പഴങ്ങൾ, പച്ചക്കറികൾ, ധാന്യങ്ങൾ, നട്ട്സ്, അണ്ടിപ്പരിപ്പ് പോലെയുള്ള സാധനങ്ങൾ, പാല്, തേന്, ഇതൊക്കെ ഈ സാത്വിക ആഹാരം എന്ന വിഭാഗത്തിലാണ് പെടുക. ഇത് നമ്മുടെ ശരീരത്തിന് വളരെയധികം ഉന്മേഷമുണ്ടാക്കും, മനസ്സിന് ശാന്തി ഉണ്ടാക്കും, ഏകാഗ്രത ഉണ്ടാക്കും. യോഗ, ആത്മീയ ഉപാസനകൾ ചെയ്യുന്നവർക്ക്, ചിട്ടയായൊരു ജീവിതം നയിക്കുന്നവർക്ക് ഇങ്ങനെയുള്ളൊരു സാത്വിക് ഫുഡാണ് നമ്മളുടെ ആയുർവേദത്തിലും പൊതുവെ യോഗശാസ്ത്രത്തിലും പൊതുവെ പറയുന്നത്. ഓക്കെ, സാത്വിക ആഹാരം എന്ന് പറയും. രണ്ടാമത്തെ വിഭാഗം രാജസികമായ ആഹാരമാണ്. അമിതമായി ഉള്ള എരിവ്, അമിതമായ പുളിയുടെ ഉപയോഗം, അമിതമായ ഉപ്പിൻ്റെ ഉപയോഗം, ഓക്കെ, വളരെയധികം ചൂടുള്ളതായിരിക്കുന്ന ഭക്ഷണക്രമങ്ങൾ. അപ്പോൾ ഇത് രാജസികമായിരിക്കുന്ന ആഹാരം എന്നാണ് പറയുക, രാജസിക ലക്ഷണം. ഇത് നമുക്ക് പലതരത്തിലുള്ള കാമക്രോധങ്ങളും ദേഷ്യവും വളരെയധികം ചടുലതയും ഉണ്ടാക്കും എന്നാണ് പറയാം. മനസ്സിലായില്ല? ആ കഴിക്കുന്ന ആഹാരത്തിൻ്റെ സ്വഭാവം നമുക്കുണ്ടാകും. കാരണം നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ നിന്നുള്ള കാര്യങ്ങളാണ് നമ്മുടെ ശരീരത്തിലെ ഓരോ കോശങ്ങളായി മാറുന്നത്, എല്ലായി മാറുന്നത്, മജ്ജയായി മാറുന്നത്, അല്ലേ? ഇതിലെ ഓരോ കാര്യങ്ങളും രൂപപ്പെടുന്നത് കഴിക്കുന്ന ആഹാരത്തിൽ നിന്നാണെന്ന് മനസ്സിലാക്കുക. അപ്പം അതിനനുസരിച്ച് ശരീരത്തിൽ, മനസ്സിൽ മാറ്റം ഉണ്ടാകും എന്നാണ് ആയുർവേദത്തിലും നമ്മളുടെ ആധ്യാത്മിക ശാസ്ത്രങ്ങളിലൊക്കെ പറയാം. ഇനി താമസിക ആഹാരം എന്നൊരു വിഭാഗമുണ്ട്. പഴകിയ ഭക്ഷണം, അമിതമായിട്ട് പ്രോസസ്ഡ് ആയിരിക്കുന്ന ഫുഡ്, സംസ്കരിച്ചിരിക്കുന്ന ഫുഡ്, അതുപോലെ തന്നെ മാംസാഹാരങ്ങൾ, മദ്യം, ഇവയൊക്കെ പൊതുവേ ശരീരത്തിന് മടിയും ഉറക്ക കൂടുതലുണ്ടാക്കും എന്നാണ് പറയുക. കാരണം ആഹാരങ്ങളുടെ പ്രകൃതം അനുസരിച്ച് ശരീരത്തിന് കൂടുതൽ, ആമാശയത്തിന് കുറേയേറെ പണിപ്പെടേണ്ടി വരും. മനസ്സിലായോ? ഇങ്ങനെ പൊതുവെ ഒരു തിരിവുണ്ട്. ഞാനിത് ആയുർവേദത്തിൻ്റെയും അതേപോലെ പൊതുവെ നമ്മളൊരു യോഗിക് ലൈഫ് എന്ന് പറയുമ്പോൾ ഉള്ള ആഹാരക്രമത്തെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. സാത്വികാഹാരം, രാജസിക ആഹാരം, താമസിക ആഹാരം എന്നും പറഞ്ഞൊരു വിഭാഗങ്ങളുണ്ട്. ശരിക്കും ഭക്ഷണത്തെ പറ്റി പറയാറുണ്ട്, നമ്മൾ ജീവിക്കാൻ വേണ്ടി ഭക്ഷണം കഴിക്കുക.
ഭക്ഷിക്കാൻ വേണ്ടി ജീവിക്കാതിരിക്കുക എന്നുള്ളതാണ് പറയുക. പക്ഷേ ഇന്ന് ആധുനിക കാലഘട്ടത്തിൽ നമ്മുടെ ആഹാരക്രമങ്ങൾ തികച്ചും വ്യത്യസ്തമാണ്. നമ്മളെല്ലാവരും വെജിറ്റേറിയൻ അല്ല, അല്ലേ? സസ്യാഹാരികളുണ്ട്, മാംസാഹാരികളുണ്ട്, മിശ്രാഹാരികളുണ്ട്. പൊതുവെ ആയുർവേദത്തിൻ്റെ വീക്ഷണത്തിലും പൊതുവെയുള്ള ആധ്യാത്മിക വീക്ഷണത്തിലും സാത്വിക ആഹാരങ്ങൾ പറയുമെങ്കിലും ആധുനിക കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ മനുഷ്യൻ സാത്വിക, രാജസിക, താമസിക സമ്മിശ്ര ആഹാരങ്ങളാണ് കഴിക്കുന്നത്. ഇപ്പം നമ്മളുടെ പരമ്പരയിൽ എല്ലാ തരത്തിലുള്ള ആഹാര രീതികൾ കഴിക്കുന്നവരെയും നമ്മൾ ഉൾക്കൊള്ളാറുണ്ട്. നീ ഉപാസന പഠിക്കണമെങ്കിൽ പൂർണ്ണ വെജിറ്റേറിയനായിട്ട് വരാൻ പറഞ്ഞാൽ ഇന്നത്തെ ആധുനിക കാലത്ത് മനുഷ്യന് പൂർണ്ണ വെജിറ്റേറിയൻ ആവാൻ സാധ്യമല്ല. മാത്രമല്ല, വർഷങ്ങളായിട്ട് നോൺ വെജ് കഴിക്കുന്ന ഒരാൾ ഒരു സുപ്രഭാതത്തിൽ വെജിറ്റേറിയനിലേക്ക് മാറിയാൽ അതിൻ്റേതായിട്ടുള്ള ചില പ്രശ്നങ്ങൾ അയാളുടെ ശരീരത്തിനുണ്ടാവും. അത് യാഥാർത്ഥ്യമാണ്. യഥാർത്ഥത്തിൽ നമ്മൾ ഈ കാലഘട്ടത്തിൽ യോഗ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന തന്ത്രശാസ്ത്രങ്ങൾ, ഇപ്പോൾ ശരയോഗം പോലെയുള്ള മെത്തേഡുകൾ ചെയ്യുമ്പോൾ ആദ്യഘട്ടത്തിൽ ഒന്നും തന്നെ പ്രത്യേകിച്ചുള്ള റെസ്ട്രിക്ഷൻസ് ഇല്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആഹാരം കഴിക്കാം. നിങ്ങൾ വെജിറ്റേറിയൻ ആയിരിക്കും, നോൺ വെജിറ്റേറിയൻ ആയിരിക്കും. ഈ പറയുന്ന എല്ലാ ആഹാരങ്ങളിലും പോഷകങ്ങളുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ എന്തുകൊണ്ടാണ് വെജിറ്റേറിയനെ പിന്തുടരണമെന്ന് പറയുന്നത്? അത് കൂടുതലും ഒന്നിനെ ഉപദ്രവിക്കാതെ അല്ലെങ്കിൽ പ്രകൃതിക്ക് ഹാനി വരുത്താതെ മറ്റ് ജീവജാലങ്ങൾക്ക് ഹാനി വരുത്താതെ കൊണ്ടിട്ടാണ്, അല്ലേ? ഹിംസ അതിൻ്റെ അകത്ത് കുറവാണ് എന്നുള്ളത് കൊണ്ടിട്ടാണ്. നമ്മളതിലേക്ക് വരാം. എന്നാൽ നമ്മൾ ഈ പറയുന്ന ഉപാസനാക്രമങ്ങൾ തുടരാൻ നമ്മളുടെ പരമ്പരയിൽ, സിദ്ധാശ്രമ പരമ്പരയിൽ നിങ്ങൾ പ്യൂർ വെജിറ്റേറിയൻ ആകണമെന്ന് പറയുന്നില്ല. എന്നും മീൻചാറ് കൂട്ടി കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ, ഒരുപക്ഷെ അയാൾ ജീവിച്ചു വന്നത് ഒരു തീരപ്രദേശത്താവാം. അവിടെ കടൽ മത്സ്യങ്ങളും കായൽ മത്സ്യങ്ങളും ഇതൊക്കെ കിട്ടുന്ന ഒരു സമൂഹത്തിൽ ജീവിച്ചു വന്ന ഒരാളായിരിക്കാം. ചെറുപ്പം മുതലെയുള്ള അയാളുടെ ഭക്ഷണക്രമം അതായിരിക്കാം. അങ്ങനെയുള്ള ഒരാളോട്, കാരണം അയാളുടെ ജനറ്റിക്കൽ, അയാളുടെ കോഡ്, അയാളുടെ സിസ്റ്റം പൂർണ്ണമായിട്ടും നോൺ വെജ് സ്വീകരിക്കുന്ന രീതിയിലാണ് അത് രൂപപ്പെട്ടിരിക്കുന്നത്. അയാളൊരു സുപ്രഭാതത്തിൽ വെജിറ്റേറിയനായി മാറിയാൽ അയാൾക്ക് പല അസുഖങ്ങളുണ്ടാവും. ഇത് യാഥാർത്ഥ്യമാണ്. എന്ന് വെച്ചാൽ അയാൾക്ക് മാറാൻ പറ്റില്ലെന്നല്ല, അത് ക്രമമായിട്ട് മാറണം. മനസ്സിലായില്ലേ? ഏത് ആഹാരങ്ങൾ നമ്മൾ കഴിക്കുമ്പോഴും എന്തിനാണ് നമ്മൾ ആഹാരം കഴിക്കുന്നത്? കാരണം ആഹാരത്തിൽ നിന്നാണ് നമ്മളുടെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിരിക്കുന്ന ഊർജം കിട്ടുന്നത്, അല്ലേ? ഊർജം കിട്ടുന്നത് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ നിന്നിട്ടാണ്. പോഷകാഹാരങ്ങൾ വേണം എന്നാണ് പറയുക. അതായത് കൃത്യമായ അളവിൽ മനുഷ്യ ശരീരത്തിന് പോഷകാഹാരങ്ങൾ കിട്ടണം. മാക്രോ ന്യൂട്രിയൻറ്റുകൾ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. എന്ന് വെച്ചാൽ ശരീരത്തിന് വളരെ വലിയ അളവിൽ ആവശ്യമുള്ള മാക്രോ ന്യൂട്രിയൻറ്റുകളുണ്ട്. നമുക്കൊന്ന് ഇതിനെപ്പറ്റി ഒന്ന് ഓടിച്ചു പറഞ്ഞു പോകാം. ഇപ്പോൾ കാർബോഹൈഡ്രേറ്റ്, നമ്മൾ അന്നജം എന്ന് പറയും. അതായത് ശരീരത്തിന് ഊർജ്ജം ഉണ്ടാക്കുന്നത് ഈ അന്നജത്തിൽ നിന്നിട്ടാണ്. നമ്മൾ കഴിക്കുന്ന അരി, ഗോതമ്പ്, കിഴങ്ങ് വർഗ്ഗങ്ങൾ, ഇതിൽ നിന്നൊക്കെയാണ് നമുക്ക് കാർബോഹൈഡ്രേറ്റ് കിട്ടുക. അത് മസ്റ്റായിട്ട് ശരീരത്തിന് വേണം. മറ്റൊന്നാണ് പ്രോട്ടീൻ അല്ലെങ്കിൽ മാംസ്യം എന്ന് പറയും. നമ്മളുടെ പേശികളുടെ വളർച്ചയ്ക്ക്, കോശങ്ങളുടെ കേടുപാടുകളൊക്കെ തീർക്കുന്നതിന് ഈ പ്രോട്ടീൻ അല്ലെങ്കിൽ മാംസ്യം നമുക്ക് ആവശ്യമാണ്. ഇപ്പോൾ വെജിറ്റേറിയൻ ആണെങ്കിൽ പയറുവർഗ്ഗങ്ങളിൽ നിന്ന് കിട്ടും. മുട്ട, പാല്, മത്സ്യം തുടങ്ങിയവയിൽ നിന്ന് നമ്മൾ ഈ പറയുന്ന പ്രോട്ടീൻ നമുക്ക് കിട്ടും. പിന്നെ മറ്റൊന്ന് കൊഴുപ്പാണ്, ഫാറ്റ് എന്ന് പറയും. ഫാറ്റ് ഉണ്ടെങ്കിലേ നമുക്ക് ഊർജം സംഭരിച്ചു വയ്ക്കാൻ ഫാറ്റിനെ സാധിക്കൂ. മാത്രമല്ല നമ്മുടെ മസ്തിഷ്കത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള ആരോഗ്യത്തിന്. ഇനി നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ നിന്നുണ്ടാകുന്ന ചില വിറ്റാമിനുകളെ ആഗിരണം ചെയ്യാനായിട്ട് ഈ ഫാറ്റ് വേണം, കൊഴുപ്പ് വേണം. ഇപ്പോൾ നമ്മൾ നെയ്യ് എന്ന് പറയാറില്ലേ, നല്ല നെയ്യ് നല്ലൊരു ഫാറ്റാണ്. അണ്ടിപ്പരിപ്പ്, വെളിച്ചെണ്ണ, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഫാറ്റാണ്. ഇതൊക്കെയാണ് നമ്മൾ പൊതുവെ ശരീരത്തിന് വേണ്ടതായിട്ട് പറയുന്ന മാക്രോ ന്യൂട്രിയൻറ്റുകൾ എന്ന് പറയും. കാർബോഹൈഡ്രേറ്റ്, അന്നജം വേണം, പ്രോട്ടീൻ, മാംസ്യം വേണം, ഫാറ്റ്, കൊഴുപ്പ് വേണം. ഇത് പ്രധാനമായിട്ട് വേണം. ഇനി മൈക്രോ ന്യൂട്രിയൻറ്റുകളുണ്ട്. വളരെ ചെറിയ അളവിൽ വേണ്ട കാര്യങ്ങളാണ്. അത് വളരെ നിർണായകവുമാണ്. ഈ മൈക്രോ ന്യൂട്രിയൻറ്റുകളുടെ അഭാവവും നമ്മളെ രോഗത്തിലേക്ക് തള്ളിവിടും എന്നാണ് പറയുക. ഇപ്പോൾ വിറ്റാമിനുകൾ, മിനറൽസ്, അല്ലേ? നമ്മൾ ജീവകങ്ങളെന്നും ധാതുക്കളെന്നും പറയും. വിറ്റാമിനും മിനറലുകളും അത് നമ്മളുടെ ഇമ്മ്യൂണിറ്റി പവർ, രോഗപ്രതിരോധ ശേഷി കൂട്ടാനായിട്ട് ഇതാവശ്യമാണ്. അസ്ഥികളുടെ ബലത്തിന്, അസ്ഥികളുടെ ശക്തിക്ക്, അതേപോലെ നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ നടക്കുന്ന രാസപ്രവർത്തനങ്ങൾക്കൊക്കെ ഇത് വേണം. പഴങ്ങളും പച്ചക്കറികളും ഒക്കെ വിറ്റാമിനുകളുടെയും ജീവകങ്ങളുടെയും ധാതുക്കളുടെയും നല്ല നല്ല ഉറവിടങ്ങളാണ്. അപ്പം ഇങ്ങനെയുള്ള ഒരു പോഷക സമൃദ്ധമായിരിക്കുന്ന ആഹാരമായിരിക്കണം കഴിക്കേണ്ടത്. അതായത് നിങ്ങൾ വെജിറ്റേറിയൻ ആണെങ്കിലും നോൺ വെജിറ്റേറിയൻ ആണെങ്കിലും സമീകൃതമായ പോഷക സമൃദ്ധമായിരിക്കുന്ന ആഹാര രീതി വേണം പിന്തുടരാനെന്ന് നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, അതല്ലാതെ ഏതെങ്കിലും ഒരു ഭക്ഷണം മാത്രം വാരി വലിച്ച് കഴിക്കുന്നതിലല്ല. നമ്മൾ ഈ മേൽ പറഞ്ഞ കാര്യങ്ങളെല്ലാമുള്ള
ഫുഡ് വേണം നമ്മൾ കഴിക്കാൻ. കാർബോഹൈഡ്രേറ്റ് വേണം എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? പറഞ്ഞു അത് ഏതിൽ നിന്നൊക്കെ കാർബോഹൈഡ്രേറ്റ് കിട്ടുന്നത് അതുകൂടി നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഇത് എന്തൊക്കെ ഭക്ഷണത്തിൽ അടങ്ങിയിട്ടുണ്ട്? കാർബോഹൈഡ്രേറ്റ് വേണമെന്ന് പറഞ്ഞു. ഇത് എന്തൊക്കെ ഭക്ഷണത്തിലുണ്ട്? അരിയിലുണ്ട്, ഗോതമ്പിലുണ്ട്, റാഗിയിലുണ്ട്, മരച്ചീനിയിലുണ്ട്, ഉരുളക്കിഴങ്ങിലുണ്ട്, ചേനയിലുണ്ട്, കാച്ചിലുണ്ട്, കിഴങ്ങ് വർഗ്ഗങ്ങളിലെല്ലാം തന്നെ നമ്മൾ ഈ പറയുന്ന കാർബോഹൈഡ്രേറ്റ് ഉണ്ട്. അതുപോലെ തന്നെ പഴുത്ത പഴങ്ങൾ, ഉദാഹരണത്തിന് നേന്ത്രപ്പഴം, ഇത് നല്ലൊരു കാർബോഹൈഡ്രേറ്റാണ്. അപ്പോൾ ശരീരത്തിന് ആവശ്യമായ ഇന്ധനമാണ് കാർബോഹൈഡ്രേറ്റ്. ചിലർ ഈ ഡയബറ്റിക് ഒക്കെ ഉള്ളവർ കാർബോഹൈഡ്രേറ്റ് കംപ്ലീറ്റ് കട്ട് ചെയ്യും. അങ്ങനെ ചെയ്യരുത്. അപ്പോൾ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഇന്ധനം കിട്ടില്ല. അത് മിതമായ രീതിയിൽ ശരീരത്തിന് വേണം. ഇപ്പോൾ ഈ കാർബോഹൈഡ്രേറ്റ് ഫുൾ കട്ട് ചെയ്തിട്ടുള്ള പ്രത്യേക ഡയറ്റ് കാര്യങ്ങളൊക്കെ പലരും പറയാറുണ്ട് രോഗങ്ങളില്ലാതാക്കാൻ. കാർബോഹൈഡ്രേറ്റ് ഇല്ലെങ്കിൽ ശരീരത്തിൻ്റെ ഊർജം അതിന് ലഭിക്കില്ല. അതിൻ്റെ ഇന്ധനത്തിന് പ്രശ്നങ്ങളുണ്ടാവും. പൂർണ്ണമായും ഒഴിവാക്കലല്ല, നിയന്ത്രിതമായിട്ടാണ് രോഗാവസ്ഥകളൊക്കെ ഡയബറ്റിക് ഒക്കെ വരുമ്പോൾ കാർബോഹൈഡ്രേറ്റ്. നമ്മളിപ്പോൾ പറയാറുള്ള ഈ തവിട് ഇല്ലാത്ത അരി, അതാണ് നമുക്ക് പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. പണ്ട് കാലത്ത് നെല്ലുകുത്തിയ അരി, തവിടുള്ള അരിയാണ് അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് യാതൊരു പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല. ഇന്ന് അങ്ങനത്തെ സാധനങ്ങളില്ല. അപ്പോൾ തവിടുള്ള അരി നമ്മൾ ഉപയോഗിക്കണം. അതേപോലെ ഈ നമ്മൾ ചോറിനെ പറ്റിയുള്ള തുമ്പപ്പൂ ചോറെന്നുള്ളതാണ് നമ്മളുടെ സമീപനം. തുമ്പപ്പൂ ചോറിലൊന്നുമില്ല, കാരണം അതിൻ്റെ തവിടെല്ലാം നീക്കിക്കളഞ്ഞിട്ടുള്ള വേസ്റ്റാണത്. നല്ല തവിടുള്ള അരി നമ്മൾ വാങ്ങിക്കണം. ഇപ്പോൾ ഇന്ന് പലപ്പോഴും വിപണിയിൽ അങ്ങനെയുള്ളത് കിട്ടും. അടാട്ട് മട്ട അല്ലെങ്കിൽ വയനാടൻ തൊണ്ടിയരി പോലെയൊക്കെയുള്ള പലതും നമുക്കിന്ന് വിപണികളിൽ കിട്ടും. അങ്ങനെ എപ്പോഴും തവിടുള്ള അരി ശീലിക്കുക. അതുപോലെ തന്നെ ഈ ചോറ് മാത്രം കഴിക്കാതെ നമുക്ക് ഈ ചെറുമണി ധാന്യങ്ങളുണ്ട്. അത് വളരെ നല്ലൊരു കാർബോഹൈഡ്രേറ്റാണ്. ഓക്കെ, വ്യത്യസ്തമായിരിക്കുന്ന കാർബോഹൈഡ്രേറ്റാണ്. ബോഡിക്ക് വളരെയധികം യോജിച്ചൊരു കാർബോഹൈഡ്രേറ്റാണെന്നാണ് എക്കോളജിയിൽ പറയുക, പ്രകൃതിശാസ്ത്രത്തിൽ പറയുക. ചാമ, തിന, വരക്, കുതിരവാലി, റാഗി പോലെയുള്ളത് നമുക്ക് ഈ ഊർജത്തിന് വേണ്ടി, ഇന്ധനത്തിന് വേണ്ടി നമുക്ക് ഇന്ന് ചോറിന് പകരമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഉച്ചയ്ക്ക് നിങ്ങൾ ചോറ് കഴിക്കൂ, വൈകിട്ട് ഇതൊക്കെ വെച്ചിട്ടുള്ളൊരു മിക്സഡ് ആയിരിക്കുന്ന ഒരു കഞ്ഞി കുടിക്കൂ. നല്ല രീതിയിലുള്ള മാറ്റങ്ങളുണ്ടാവും. മറ്റൊന്ന് ശരീരത്തിന് വേണ്ട കാര്യം പറഞ്ഞു, പ്രോട്ടീൻ, മാംസ്യം. ശരീരത്തെ നിർമ്മിക്കുന്നത് ഈ പ്രോട്ടീനുകളാണ് അല്ലേ? നമ്മളുടെ പേശികളുടെ വളർച്ചയ്ക്ക്, കോശങ്ങളുടെ കേടുപാട് തീർക്കുന്നതിന്, നമ്മളുടെ പ്രതിരോധശേഷി കൂട്ടുന്നതിന് പ്രോട്ടീൻ മസ്റ്റായിട്ട് വേണം. ചെറുപയർ, വൻപയർ, കടല, പരിപ്പ് വർഗ്ഗങ്ങൾ, സോയാബീന്, പനീര്, അണ്ടിപ്പരിപ്പ്, ബദാം, ഇതിലൊക്കെ നല്ല സസ്യഭക്ഷണങ്ങളിൽ ഈ പറയുന്ന കാര്യങ്ങളുണ്ട്. അപ്പം നിങ്ങൾ ഡെയിലി കഴിക്കുന്ന ഭക്ഷണത്തിൽ എന്ത് വേണം? പ്രോട്ടീൻ ഉൾപ്പെടുത്തണം, മാംസ്യം വേണം. ഈ ചെറുപയറും വൻപയറും കടലയും എന്തെങ്കിലും ഒരു 2 സ്പൂണെങ്കിലും ഡെയിലിയുള്ള ആഹാരത്തിലുണ്ടായിരിക്കണം. അതുപോലെ മാംസഭക്ഷണങ്ങളിലും ഈ കാര്യങ്ങളുണ്ട്. മുട്ടയിലുണ്ട്, പാലിലുണ്ട്, കോഴിയിറച്ചിയിലുണ്ട്, മത്സ്യത്തിലുണ്ട്. ഇതിലെല്ലാം ഈ പറയുന്ന പ്രോട്ടീൻ കിട്ടും. ഒന്ന് വെജിറ്റബിൾ ഫുഡിൽ നിന്ന് കിട്ടും. വെജിറ്റേറിയൻ ചെയ്യുന്നവർക്ക് അങ്ങനെയുള്ള സസ്യ ആഹാരങ്ങളിൽ നിന്ന്, ഈ പറഞ്ഞതിൽ നിന്ന് കിട്ടും. മാംസാഹാരികൾക്ക് മുട്ട, പാല്, കോഴിയിറച്ചി, മത്സ്യം പോലെയുള്ളതിൽ നിന്നും പ്രോട്ടീൻ കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് മസ്റ്റായിട്ട് നമ്മുടെ ശരീരത്തിന് ആവശ്യമാണ് നമ്മുടെ വളർച്ചയ്ക്ക്. അതുപോലെ നമുക്ക് കായികാധ്വാനം ചെയ്യുന്നവർക്കൊക്കെ, വ്യായാമം ചെയ്യുന്നവർക്കൊക്കെ പ്രോട്ടീൻ വേണം. നിങ്ങളതല്ലാതെ വെറുതെ കഞ്ഞി മാത്രം, കാർബോഹൈഡ്രേറ്റ് മാത്രം കഞ്ഞിയും ഉപ്പും ഇട്ട് കുടിച്ചിട്ടൊന്നും കാര്യമില്ല. ഈ സമീകൃതമായിരിക്കണം. സസ്യാഹാരി ആണെങ്കിലും, ആദ്യം പറഞ്ഞ പോലെ മാംസാഹാരി ആണെങ്കിലും സമീകൃതമായ ഈ ആഹാരങ്ങൾ നമുക്ക് വേണം. മറ്റൊന്ന് നമ്മൾ പറഞ്ഞു, കൊഴുപ്പ്, ഫാറ്റ് വേണം. ഊർജ്ജ സംഭരണികളാണ് കൊഴുപ്പെന്ന് പറയുന്നത്. അതായത് ശരീരത്തിന് കൂടുതൽ ഊർജ്ജം സംഭരിച്ചു വയ്ക്കാനും നമ്മുടെ മസ്തിഷ്കത്തിൻ്റെ ശരിയായ പ്രവർത്തനത്തിലും കൊഴുപ്പ് ആവശ്യമാണ്. ഇപ്പോൾ വിറ്റാമിൻ എ, ഡി, ഇ, കെ ഇങ്ങനെയുള്ള വിറ്റാമിനുകൾ ശരീരത്തിന് ആഗിരണം ചെയ്യണമെങ്കിൽ കൊഴുപ്പുണ്ടായേ പറ്റൂ. നമ്മൾ ഫാറ്റ് കുറയ്ക്കണം എന്നും പറഞ്ഞ് പല കാര്യങ്ങളും ചെയ്യും. അങ്ങനെ പൂർണ്ണമായും ഫാറ്റ് കട്ട് ചെയ്താലും ശരീരത്തിന് പ്രശ്നങ്ങളുണ്ടാകും. ഇതൊക്കെ ആവശ്യത്തിന് വേണം. കൂടാനും പാടില്ല, കുറയാനും പാടില്ല. ഒരു സന്തുലിതമായ രീതിയിൽ നമുക്ക് കൊണ്ടുപോകാൻ പറ്റണം. വെളിച്ചെണ്ണയിലുണ്ട്, നെയ്യിൽ നല്ല ഫാറ്റുണ്ട്. ഓക്കെ, വെണ്ണയിലുണ്ട്, നിലക്കടലയിലുണ്ട്, കശുവണ്ടിയിലുണ്ട്, ബദാമിലുണ്ട്. ഇതിൽ നിന്നൊക്കെ നല്ല കൊഴുപ്പുകൾ നമുക്ക് കിട്ടും. ഓക്കെ, എന്നുവെച്ചാൽ ശരീരത്തിൻ്റെ താപനില നിലനിർത്താൻ ഈ കൊഴുപ്പ് ആവശ്യമാണ്. ശരീരത്തിൻ്റെ തിളക്കത്തിന്, ചർമ്മത്തിൻ്റെ ആരോഗ്യത്തിന് കൊഴുപ്പ് വേണം. അമിതമാകരുതെന്നുള്ള മാത്രം. അപ്പോൾ ആഹാരം കഴിക്കുകയും വ്യായാമം ചെയ്യുകയും നല്ല ഉറക്കവും പ്രകൃതിബന്ധവും വ്യായാമവും ഒക്കെ ഉണ്ടെങ്കിൽ ഇതെല്ലാം കറക്റ്റ് ആയിക്കോളും. ഓക്കെ, പിന്നെ പ്രധാനമായിട്ടും വേണ്ടത് വിറ്റാമിനുകളും മിനറലുകളുമാണ്. നമ്മൾ പറഞ്ഞു, രോഗപ്രതിരോധ ശേഷി കൂട്ടുന്നതും ഉള്ളിലെ രാസപ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതും ഇതാണ്. നമ്മൾ ഈ പറഞ്ഞ പച്ചക്കറികൾ, ചീരവർഗ്ഗങ്ങൾ, ഇല വർഗ്ഗങ്ങളുണ്ടല്ലോ, അതിലെല്ലാം ഇതുണ്ട്.
പച്ചക്കറികളിൽ പ്രത്യേകിച്ച് മത്തങ്ങ, കാരറ്റ്, തക്കാളി, വെണ്ടയ്ക്ക, നമ്മൾ ഇലകളിലേക്ക് വരുമ്പോൾ മുരിങ്ങയില, ചീര, ഇവയിലൊക്കെ വിറ്റാമിൻ എ, സി, ഇരുമ്പ്, കാൽസ്യം ഇതൊക്കെ ധാരാളം അടങ്ങിയിട്ടുള്ളതാണ്. ഇനി പഴവർഗ്ഗങ്ങളുണ്ട്, നെല്ലിക്ക, ഓറഞ്ച്, നാരങ്ങ, ഇവയിൽ വിറ്റാമിൻ സി ഉണ്ട്. പ്രതിരോധശേഷി കൂട്ടും, അതിനാണ് വിറ്റാമിൻ സി വേണ്ടത്. പപ്പായ, മാമ്പഴം, ഇതിലെല്ലാം വിറ്റാമിൻ എ കാണാം. ഓക്കെ, മാംസാഹാരികൾക്ക് പാല്, മുട്ട ഇവയിൽ ഒക്കെ ഇത് പലതും അടങ്ങിയിട്ടുണ്ട്. ഈ പാലും മുട്ടയൊക്കെ മസ്റ്റായിട്ട് മാംസാഹാരം പിന്തുടരുന്നവരും കഴിക്കണം, കാരണം അസ്ഥികളുടെ ബലത്തിന് ആവശ്യമാണ്. കാൽസ്യവും വിറ്റാമിൻ ഡിയും ഈ പറയുന്ന കാര്യങ്ങളിലൊക്കെ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ കൃത്യമായ ഒരു കാര്യം മനസ്സിലാക്കുക, സസ്യാഹാരിയാണെങ്കിലും മാംസാഹാരിയാണെങ്കിലും സമീകൃതമായിരിക്കുന്ന ആഹാരം വേണം പിന്തുടരുവാൻ. നിങ്ങൾ മാംസാഹാരിയാണെങ്കിൽ പൂർണ്ണമായും സസ്യാഹാരത്തെ ഒഴിവാക്കരുത്, ഫൈബറുള്ള ഭക്ഷണങ്ങൾ കഴിക്കണം. ഓക്കെ, ദഹന സഹായികളാണ് ഫൈബർ എന്ന് പറയും. ഇപ്പോൾ തവിട് കളയാത്ത കുത്തരി ഞാൻ പറഞ്ഞു, പച്ചക്കറികൾ, അതേപോലെ പഴങ്ങളുടെ തൊലി. പലരും തൊലി ചീകി കളഞ്ഞിട്ട് കഴിക്കും, ശരിക്കും തൊലിയിലാണ് പല ഫൈബറുകളും ഉള്ളത്. ഇപ്പോൾ ആപ്പിള്, പേരയ്ക്ക, ചക്ക, ഇങ്ങനെയുള്ള ആപ്പിള്, പേരയ്ക്ക പോലെയുള്ളതൊക്കെ വളരെ നല്ലതാണ്. അതേപോലെ ഫൈബറുള്ളത് ചക്ക, ചെറുപയർ തുടങ്ങിയതിൽ ഫൈബറുണ്ട്. ഈ ഫൈബറിൻ്റെ ഇത് കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മലബന്ധം ഉണ്ടാകും. രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കൂടാൻ ഫൈബർ ഇല്ലാത്തതാണ് ഒരു കാരണം. അപ്പോൾ മലബന്ധം ഒഴിവാക്കാൻ, രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ നിയന്ത്രിക്കാൻ, ദഹന സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ, അസിഡിറ്റി, ഗ്യാസ് ട്രബിൾ, മലബന്ധം ഇതൊക്കെ ഒഴിവാക്കാനായിട്ട് ഇങ്ങനെയൊരു ഭക്ഷണക്രമം മസ്റ്റായിട്ട് നമ്മൾ പിന്തുടരണം. അപ്പോൾ ഇതൊന്ന് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടതെന്ന് പറഞ്ഞു. മാംസാഹാരിയാണെങ്കിലും സസ്യാഹാരിയാണെങ്കിലും നമുക്ക് വേണ്ട കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, മാംസ്യം, ഫാറ്റ്, കൊഴുപ്പ്, പിന്നെ വിറ്റാമിനുകൾ, മിനറൽസ്, അതുപോലെ നാരുകൾ, ഫൈബറുകൾ, ഇതെല്ലാം അടങ്ങിയ ഒരു സമീകൃത ഭക്ഷണം വേണം. ഇപ്പോൾ മാംസാഹാരിയാണെങ്കിലും സസ്യാഹാരങ്ങൾ ഇതിൻ്റെ അകത്ത് നിങ്ങൾ ഉൾപ്പെടുത്തണം, സാലഡുകൾ ഉൾപ്പെടുത്തണം. സസ്യാഹാരിയാണെങ്കിൽ സമീകൃതമായ ആഹാരം, പഴങ്ങളും പച്ചക്കറികളും ഇലവർഗ്ഗങ്ങളും കൊഴുപ്പുൾപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഭക്ഷണക്രമം വേണം നിങ്ങൾ സ്വീകരിക്കാൻ. അതാണ് സമീകൃതമായ ആഹാരം, ബാലൻസ്ഡ് ഡയറ്റ് എന്നാണ് പറയാം. ഓക്കെ, ഇത് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഏത് രീതിയിൽ എങ്ങനെയുള്ള ആഹാരം കഴിക്കണം എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? സമീകൃതമായിട്ടുള്ള ആഹാരം വേണമെന്ന് പറഞ്ഞു. ശരിക്കും ആരോഗ്യകരമായ ജീവിതത്തിന് ഏത് ആഹാരം കഴിക്കണം എന്നുള്ളത് പോലെ തന്നെ എപ്പോൾ കഴിക്കുന്നു എന്നുള്ളതും പ്രാധാന്യമാണ്. കൃത്യസമയത്ത് ആഹാരം കഴിക്കണം. അതിനൊരു നമ്മൾ പറഞ്ഞല്ലോ, ഒരു ബയോളജിക്കൽ ക്ലോക്ക് നമ്മുടെ ഉള്ളിലുണ്ട്. ഈ പ്രപഞ്ചത്തിനൊരു താളമുണ്ട്, ഒരു ഋതമുണ്ട് എന്നുള്ളത് പോലെ മനുഷ്യ ശരീരത്തിൻ്റെ ഉള്ളിലും ഒരു ബയോളജിക്കൽ ക്ലോക്ക് ഉണ്ടെന്നാണ് പറയുക. അപ്പോൾ കൃത്യസമയത്ത് ആഹാരം കഴിക്കുന്നത് ദഹനപ്രക്രിയ സുഗമമാക്കും, ശരീരത്തിന് ആവശ്യമായിരിക്കുന്ന ഊർജം ലഭിക്കാൻ അത് സഹായിക്കും. ശരിയായ പ്രോപ്പറായിരിക്കുന്ന ഡൈജഷൻ, അതിൻ്റെ ദഹനം കൃത്യമായിട്ടത് നടക്കും. അതുകൊണ്ട് ആഹാരം കഴിക്കുന്ന സമയം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് നോക്കാം, ഒരു ദിവസം നമ്മൾ ആഹാരം കഴിക്കേണ്ട സമയങ്ങൾ ഏതൊക്കെയാണ് എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. പ്രഭാത ഭക്ഷണം, ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ 7-നും 8:30 ഇടയിൽ കഴിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. രാവിലെ 7-നും 8:30 ഇടയിൽ കഴിക്കണം. ഒരു ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഭക്ഷണമാണിത് അല്ലേ? രാത്രിയിൽ വളരെ നീണ്ടു നിൽക്കുന്ന ഒരു ഫാസ്റ്റിംഗ് ഉണ്ട്. ഒരു 8 മണിക്കൂർ 10 മണിക്കൂർ ഫാസ്റ്റിങ്ങിന് ശേഷം ശരീരം ഉണർന്ന് അതിന് ഊർജം വേണ്ടതായിരിക്കുന്ന സമയമാണ്. പലരും രാവിലെ കുട്ടികൾ സ്കൂളിൽ പോകാനായിട്ട് സമയമില്ലാത്തതുകൊണ്ട് പ്രഭാത ഭക്ഷണം ഒഴിവാക്കി കളയും. പലരും പോകുന്ന വഴി അല്ലെങ്കിൽ ക്ലാസ്സിലിരുന്ന് തലകറങ്ങി വീഴും. അതേപോലെ തന്നെ ജോലിക്ക് പോകുന്നവരും ഇതേപോലെ പ്രഭാത ഭക്ഷണം പലപ്പോഴും വേണ്ടാന്ന് വയ്ക്കാറുണ്ട്. ഒരു ബ്രെയിൻ ഫുഡ് എന്നൊക്കെ പറയാം രാവിലെയുള്ള ഫുഡിനെ. അപ്പോൾ അതെന്തായാലും അത് ഒഴിവാക്കരുത്. മസ്റ്റായിട്ട് നമ്മൾ പ്രഭാത ഭക്ഷണം കഴിക്കണം. അത് രാവിലെ 7-നും 8:30 ഇടയിൽ കഴിക്കുന്നതാണ് ഉത്തമം. അങ്ങേറ്റം പോയാൽ 9 മണിക്കുള്ളിൽ തന്നെ പ്രഭാത ഭക്ഷണം കഴിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ എന്തായാലും രാവിലെ ഈ സൂര്യൻ ഉദിച്ച് 6 മണിക്കാണ് സൂര്യൻ ഉദിക്കുന്നതെങ്കിൽ 8 മണിക്കുള്ളിലെങ്കിലും ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. മനസ്സിലായോ? ഇനി ഉച്ചയ്ക്കുള്ള ലഞ്ച് കഴിക്കേണ്ട സമയം 12:30-നും 1:30-നും ഇടയിൽ നമ്മൾ കഴിക്കാനായിട്ട് ശ്രമിക്കുക. അതായത് ഈ സമയത്താണ് നമ്മുടെ ശരീരത്തിൽ ദഹനരസങ്ങൾ, ഡൈജസ്റ്റീവ് ഫയർ, അഗ്നി, ജഠരാഗ്നി രൂപപ്പെടുന്ന സമയം അതാണ്. അപ്പോൾ ഈ സമയത്ത് ഭക്ഷണം കഴിച്ചാൽ പെട്ടെന്ന് ആഹാരം ദഹിക്കും. അതാണ് പ്രോപ്പറായിരിക്കുന്ന സമയം. ഉച്ചയ്ക്ക് ഒരു 12:30-നും 1:30-നും ഇടയിൽ കഴിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. അങ്ങേയറ്റം പോയാൽ 2 മണി. ഓക്കെ, ഇത് ശ്രദ്ധിക്കുക. അപ്പോൾ പ്രഭാത ഭക്ഷണവും ഉച്ചഭക്ഷണവും തമ്മിൽ ഏകദേശം ഒരു 4-5 മണിക്കൂർ വരെയുള്ള ഇടവേളയെങ്കിലും ഉണ്ടായിരിക്കണം.
അതും പ്രോപ്പറായിരിക്കുന്ന ഡൈജഷൻ ഇത് ആവശ്യമാണ്. ഇനി വൈകുന്നേരം നമ്മളുടെ രീതി അനുസരിച്ച്, പ്രത്യേകിച്ചും മലയാളികളായിട്ടുള്ളവരുടെ രീതി അനുസരിച്ച് വൈകുന്നേരം ലഘുഭക്ഷണമുണ്ട്, ഈവനിങ് സ്നാക്സ് എന്ന് പറയും. അത് വൈകുന്നേരം ഒരു 4 മണിക്കും 5-നും ഇടയിൽ ചെറിയ രീതിയിൽ സ്നാക്സ് കഴിക്കുന്നതൊന്നും കുഴപ്പമില്ല. ശരിക്കും ഈ 4-നും 5-നും ഇടയിൽ രാത്രിയിലുള്ള ഭക്ഷണം കഴിക്കണമെന്ന് പൗരാണിക കാലത്ത് പറയാറുണ്ട്. മനസ്സിലായില്ലേ? അതായത് നേരത്തെ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് തന്നെ രാത്രിയിലേക്കുള്ള ഭക്ഷണം നമ്മൾ കഴിക്കുക. എന്നിട്ട് രാത്രി വിശക്കുകയാണെങ്കിൽ ജ്യൂസോ അങ്ങനെ എന്തെങ്കിലും അണ്ടിപ്പരിപ്പോ അങ്ങനെ ലളിതമായിട്ടുള്ള വലിയ ഭാരം വയറിന് കൊടുക്കാതെ പെട്ടെന്ന് ദഹിച്ചു പോകുന്ന കാര്യങ്ങൾ ശീലിക്കുക എന്നുള്ളതാണ് പറയുക. പക്ഷെ നമ്മളുടെ ഒരു ചിട്ടയനുസരിച്ച് 3, 4, 5, 6 നേരമൊക്കെ ഭക്ഷണം കഴിക്കുന്നവരാണ്. അത് നമ്മളത് ശരിയാക്കി കൊണ്ടുവരിക. അതൊരു ഇപ്പോൾ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇത് പറഞ്ഞാൽ അത് സ്വീകരിക്കാൻ പറ്റണമെന്നില്ല. ഏറ്റവും നല്ല സമയം 4-നും 5-നും അല്ലെങ്കിൽ 5:30-ക്കുള്ളിലെങ്കിലും രാത്രിയിലേക്കുള്ള ഭക്ഷണം ഹെവി ഫുഡൊക്കെ ആയിട്ടുള്ളത് ഒഴിവാക്കിക്കൊണ്ട് ലൈറ്റായിട്ടുള്ള ഫുഡ് ആ സമയത്ത് കഴിക്കുക എന്നാണ് പറയുക. രാത്രി വിശക്കുകയാണെങ്കിൽ പഴങ്ങളോ അല്ലെങ്കിൽ പഴച്ചാറുകളോ ഒക്കെ നമുക്ക് കഴിച്ചത് കറക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. പൊതുവായി ഞാൻ പറഞ്ഞതാണ്, നമ്മളിപ്പോൾ ശീലിക്കുന്ന ഒരു ക്രമമനുസരിച്ച് ചിലപ്പോൾ രാത്രി നമ്മൾ കഞ്ഞിയും പയറും അല്ലെങ്കിൽ ചോറും ചപ്പാത്തിയും കറിയും ഒക്കെ കഴിക്കുന്നവരായിരിക്കും. അത് പെട്ടെന്ന് ഇപ്പോൾ ഒഴിവാക്കാൻ പറ്റണമെന്നില്ല, പെട്ടെന്ന് ഒഴിവാക്കുകയും വേണ്ട. പെട്ടെന്ന് നിങ്ങളുടെ ശീലങ്ങൾ ഒഴിവാക്കേണ്ട യാതൊരു ആവശ്യമില്ല. അങ്ങനെ കഴിക്കുകയാണെങ്കിൽ തന്നെ രാത്രി 8 മണിക്ക് മുമ്പ്, മാക്സിമം പോയാൽ 8:30-ക്ക് മുമ്പെങ്കിലും കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ആദ്യം പറഞ്ഞതുപോലെ ഉറങ്ങുന്നതിന് 2 മണിക്കൂർ മുമ്പ് വൈകിട്ടത്തെ ആഹാരം കഴിച്ചത് ദഹിച്ചിട്ട് ഉറങ്ങാനായിട്ട് കിടക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. ഇതാണ് പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടതായ കാര്യം. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞത് വിശക്കുമ്പോൾ മാത്രം കഴിക്കുക എന്നുള്ളൊരു രീതിയുണ്ട്. കൃത്യസമയം നോക്കുന്നതിനൊപ്പം തന്നെ നിങ്ങളുടെ ശരീരം ഒരു സിഗ്നൽ തരും, എനിക്ക് വിശക്കുന്നുണ്ട്, ആ സമയത്ത് ഭക്ഷണം കഴിക്കുക. ഓക്കെ, ഇടവേളകൾ നമ്മൾ പാലിക്കണം. 2 പ്രധാന ഭക്ഷണങ്ങൾക്കിടയിൽ, ഉദാഹരണം പറഞ്ഞാൽ ഉച്ചഭക്ഷണത്തിനും രാവിലത്തെ ഭക്ഷണത്തിനും ഇടയിൽ 4-5 മണിക്കൂറെങ്കിലും ഗ്യാപ്പ് കൊടുക്കണം. ഈ തിന്നത് കഴിച്ചത് ദഹിക്കണ്ടേ? എപ്പോഴും ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുത്താൽ ആമാശയത്തിനൊരു റെസ്റ്റ് വേണ്ടേ? അപ്പോൾ കഴിക്കുന്നത് പ്രോപ്പറായിട്ട് ദഹിക്കണം. ഒരു 4-5 മണിക്കൂറെങ്കിലും ഗ്യാപ്പ് ഉണ്ടായിരിക്കണം. എന്നാൽ ഇടയ്ക്ക് ലഘുഭക്ഷണങ്ങൾ കഴിക്കുന്നതുകൊണ്ട് വലിയ പ്രശ്നമില്ല. എങ്കിലും പൊതുവേ പ്രകൃതി ജീവനത്തിലൊക്കെ പറയുന്ന അതുപോലും ദഹന വ്യവസ്ഥയ്ക്ക് അങ്ങനെയുള്ള ഭക്ഷണം കിട്ടുന്നത് പോലും പ്രശ്നമാണെന്നാണ് പറയുക. നിങ്ങൾ യുക്തിപൂർവ്വം ചിന്തിക്കുക. ചിലപ്പോൾ രാവിലെ ഭക്ഷണം കഴിച്ചാലും ഇടയ്ക്ക് വിശക്കുന്നവരുണ്ടാവും. അപ്പോൾ ചെറിയ രീതിയിൽ കഴിക്കുന്നതോ അല്ലെങ്കിൽ ജ്യൂസ് കുടിക്കുന്നതിനോ പഴച്ചാറുകൾ കഴിക്കുന്നതിനോ ചെറിയ പഴങ്ങൾ കഴിക്കുന്നതിനോ ഒന്നും കുഴപ്പമില്ല. അത് അവനവൻ്റെ ശാരീരിക സ്ഥിതി, അവനവൻ്റെ അധ്വാനം ഇതിനനുസരിച്ച് ഈ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി മുന്നോട്ട് കൊണ്ടുപോകുക. അതായത് പ്രകൃതിയുടെ നിയമം അനുസരിച്ച് സൂര്യൻ ഉദിച്ച് അങ്ങ് അറ്റത്ത് നിൽക്കുമ്പോൾ, ഉച്ച എന്നൊക്കെ പറഞ്ഞാൽ സൂര്യൻ ഏറ്റവും ഉച്ചത്തിൽ നിൽക്കുന്ന സമയമല്ലേ, ടോപ്പിൽ, ദഹനം അതിശക്തമാകും എന്നാണ് പറയുക. സൂര്യൻ അസ്തമിക്കുമ്പോൾ ദഹനം മന്ദഗതിയിലാവും. ഞാൻ ഈ പറഞ്ഞതുപോലെ മനുഷ്യ ശരീരവും സൂര്യൻ്റെ സിസ്റ്റവും ഒക്കെ ആയിട്ട് വളരെയധികം കണക്ഷൻ ഉണ്ടെന്നാണ് പറയുക. അതുകൊണ്ടാണ് രാത്രി വൈകിയുള്ള കനത്ത ആഹാരങ്ങൾ നമ്മൾ ഒഴിവാക്കണമെന്ന് പറയും. ഓക്കെ, ഇത് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ എന്തൊക്കെ രീതിയിലുള്ള ആഹാരക്രമം പിന്തുടരണമെന്ന് പറഞ്ഞു, സമീകൃത ആഹാരങ്ങൾ എന്താണെന്ന് പറഞ്ഞു, ഇത് കഴിക്കേണ്ട സമയത്തെപ്പറ്റി നമ്മൾ പറഞ്ഞു. ഓക്കെ, പിന്നെ പലപ്പോഴും ഈ ആഹാരം കൊണ്ട് നമുക്ക് ചില അസുഖങ്ങൾ വരാറുണ്ട്. നമ്മൾ ഇന്നുണ്ടാകുന്ന പല അസുഖങ്ങളുടെയും അടിസ്ഥാന കാരണം ആഹാരമാണെന്നാണ് പറയുക. ഓക്കെ, ഇന്ന് ധാരാളം പേര് നേരിടുന്ന ഒരു പ്രശ്നമാണ് അസിഡിറ്റി. പ്രത്യേകിച്ചും കൂടുതൽ മാംസാഹാരങ്ങൾ കഴിക്കുന്നവർക്ക് അസിഡിക്കായി വരുന്ന ഒരു പ്രവണത പലപ്പോഴും കണ്ടിട്ടുണ്ട്. അതാണ് ആദ്യം പറഞ്ഞത്, നിങ്ങൾ മാംസാഹാരം കഴിക്കുന്നവരാണെങ്കിലും നിങ്ങളുടെ ആഹാരത്തിൽ പച്ചക്കറികൾ, ആൽക്കലൈൻ ആയിട്ടുള്ള വെജിറ്റബിൾസ് നമ്മൾ ഉൾപ്പെടുത്തണം. പൊതുവേ നമ്മുടെ ബ്ലഡ് അസിഡിക് ആകുമ്പോഴാണ് നമുക്ക് പല രോഗങ്ങൾ ഉണ്ടാകുന്നത്. ഇപ്പോൾ ഇക്കോളജി, പ്രകൃതി ജീവനം ഒക്കെ മുന്നോട്ട് വയ്ക്കുന്നത്, പ്രകൃതി ചികിത്സയൊക്കെ മുന്നോട്ട് വയ്ക്കുന്നത് നിങ്ങളുടെ ബ്ലഡിൻ്റെ pH അതിൽ വരുന്ന താളം തെറ്റലുകളാണ്. ബ്ലഡ് അസിഡിക് ആകുമ്പോൾ നമുക്ക് പല വിധത്തിലുള്ള അസുഖങ്ങൾ ഉണ്ടാകും എന്ന് പറയും. അതുകൊണ്ട് കുമ്പളങ്ങ, വെള്ളരിക്ക, ചുരക്ക, ക്യാരറ്റ്, ബീട്രൂട്ട്, ഇലക്കറികൾ അതായത് ചീര, മുരിങ്ങയില, ബ്രോക്കോളി, ഇതൊക്കെ നമ്മുടെ ഭക്ഷണത്തിൽ കൂടുതൽ നമ്മൾ ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക. പൊതുവെ പറയാറുണ്ട്, നമ്മൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞ് പ്രകൃതി ജീവനത്തിലൊക്കെ പറയാറുണ്ട്, ഞാൻ പ്രകൃതി ജീവനമൊക്കെ പഠിക്കുന്ന സമയത്ത് ആ ഒരു ക്രമമാണ് പിന്തുടരുന്നത്. രാവിലെ എഴുന്നേറ്റ് ബാത്റൂമിലൊക്കെ പോയി വന്ന് പല്ലൊക്കെ തേച്ചതിന് ശേഷം ഒരു കുക്കുംബർ, ഏറ്റവും നല്ല ആൽക്കലിയാണ് ഒരു കുക്കുംബർ ജ്യൂസ് അടിച്ചിട്ട് കുടിക്കും. ഓക്കെ, നല്ലൊരു ആൽക്കലിയാണ്. ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഈ ചുരക്ക, കുമ്പളങ്ങ, വെള്ളരിക്ക, അതുപോലെ തന്നെ കോവയ്ക്ക, ക്യാരറ്റ്, ബീട്രൂട്ട്, ചീര, മുരിങ്ങയില,
ബ്രോക്കോളി ഇതൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഭക്ഷണം, ആ ക്രമങ്ങൾ നമ്മൾ സ്വീകരിക്കുക. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. രാത്രി ഭക്ഷണം നമ്മൾ നേരത്തെ 8 മണിക്ക് കഴിച്ചു, രാത്രി ഒരു 10 മണിക്ക് ഉറങ്ങുന്നതിന് മുമ്പ് ഒരു കുക്കുംബർ ചവച്ചരച്ച് നമ്മൾ കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഈ അസിഡിക് പ്രോബ്ലം ഉള്ളവർക്ക് ഒരളവ് വരെ ഈ അസിഡിറ്റിയെ കുറയ്ക്കാനായിട്ട് ഇത് സഹായിക്കും. ഈ പലപ്പോഴും നമ്മൾ ഒന്നിച്ച് വയറ് നിറയെ ആഹാരം കഴിക്കുമ്പോൾ ആമാശയത്തിൽ കൂടുതൽ ആസിഡ് ഉൽപ്പാദിപ്പിക്കപ്പെടും. കാരണം ഇട്ട് കൊടുക്കുന്നതിനെയൊക്കെ ദഹിപ്പിക്കണ്ടേ. അപ്പോൾ കുറഞ്ഞ അളവിൽ കൂടുതൽ തവണകളായി, സ്മാൾ ആൻഡ് ഫ്രീക്വൻറ്റ് മീൽസ് എന്ന് നമ്മൾ പറയാറുണ്ട്, ആ രീതിയിൽ ഭക്ഷണക്രമം കഴിക്കുന്നതും അസിഡിറ്റി ഒഴിവാക്കാനായിട്ട് സഹായിക്കും. പിന്നെ പലതരത്തിലുള്ള ഭക്ഷണക്രമങ്ങളെപ്പറ്റി നമ്മൾ പറയാറുണ്ട്. മോര്, സംഭാരം, കരിവേപ്പിലയിട്ട സംഭാരം, ഇതൊക്കെ അസിഡിറ്റിയെ കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നതാണ്. തവിടുള്ള അരി, ഓട്സ്, ഇത് ആമാശയത്തിലെ ആസിഡിനെ ആഗിരണം ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഭക്ഷണക്രമമാണ്. പണ്ട് കാലത്തൊക്കെ ഈ ആഹാരത്തിന് ശേഷം, അതുകൊണ്ടാണ് ഇന്ന് പല ഹോട്ടലുകളിലൊക്കെ ഏലക്കയും പെരിഞ്ജീരകമൊക്കെ വെച്ചിരിക്കുന്നുണ്ടല്ലേ. അതായത് ആഹാരത്തിന് ശേഷം അല്പം പെരിഞ്ജീരകം ഒക്കെ ഇട്ട് ചവച്ച് അരച്ച് കഴിക്കുന്നത്, അല്ലെങ്കിൽ ഏലക്കയിട്ട വെള്ളം കുടിക്കുന്നതൊക്കെ ഗ്യാസ് വരുന്നത് തടയും എന്നാണ് പറയുക. അപ്പം ഇതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ പച്ചക്കറികൾ കഴിക്കുന്നതിനൊപ്പം തന്നെ നമ്മൾ സമ്പൂർണ്ണമായ ആരോഗ്യത്തിന്, നല്ല ദഹനത്തിന്, അസിഡിറ്റി പോലെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കാനായിട്ട് ഈ കാര്യങ്ങൾ കൂടി നമ്മൾ ശ്രദ്ധിക്കണം. അമിതമായ എരിവും പുളിയും മസാലകളും ഒക്കെ നമ്മൾ വർജിക്കുക. ഇപ്പോൾ അജിനോമോട്ടോ പോലെയുള്ള കാര്യങ്ങളൊക്കെ ഇന്ന് ഫാസ്റ്റ് ഫുഡ് പ്രശ്നങ്ങളാണ്, രോഗങ്ങളെ കൊണ്ടുവരുന്നത് യാഥാർത്ഥ്യമാണ്. നിങ്ങൾ വീട്ടിൽ ഫുഡ് നന്നാക്കി ഉണ്ടാക്കി കഴിക്കൂ. പരമാവധി ഫാസ്റ്റ് ഫുഡുകൾ അത്യാവശ്യ സമയങ്ങളിൽ നമ്മളൊരു യാത്ര പോയി ഒരു രക്ഷയിലൊന്നും കഴിക്കാൻ കിട്ടുന്നില്ല, ഫാസ്റ്റ് ഫുഡ് കഴിക്കേണ്ടി വരും അല്ലേ. അത് ഒഴിവാക്കണമെന്നല്ല, അന്ന് ഡെയിലി ഫാസ്റ്റ് ഫുഡ് ശീലങ്ങൾ നമ്മൾ ഒഴിവാക്കുക. വീട്ടിലെ ഫുഡ്, ഹോംലി ഫുഡ് നമ്മൾ പരമാവധി നമ്മൾ ഉപയോഗിക്കുക. അമിതമായ എരിവ്, പുളി, മസാലകൾ, കറികളിൽ അമിതമായ ഇതിൻ്റെയൊക്കെ ഉപയോഗങ്ങൾ കുറച്ചുകൊണ്ട് വരിക. ഓക്കെ, അതേപോലെ തന്നെ ചായ, കാപ്പി, കാർബണേറ്റ് പാനീയങ്ങൾ, ഇതൊക്കെ വെറും വയറ്റിൽ കുടിക്കുന്നതും അസിഡിറ്റി ഉള്ളവർക്ക് കാരണമാണ്. അസിഡിറ്റി ഇല്ലാത്തവർക്ക് കുഴപ്പമില്ല, പക്ഷെ ഇല്ലാത്തവർ ശ്രദ്ധിക്കണം. ഇത് ശീലിച്ച് വ്യായാമം ഇല്ലെങ്കിൽ, ശരിയായ ഭക്ഷണക്രമം ഇല്ലെങ്കിൽ നാളെ നിങ്ങൾക്കും അസിഡിറ്റി പ്രോബ്ലം ഉണ്ടാവാം. ഓക്കെ, ചായ, കാപ്പിയൊക്കെ നിയന്ത്രിതമായിട്ട് നമ്മൾ കുടിക്കുക. അപ്പോൾ രാവിലെയും വൈകിട്ടുമൊക്കെ ചായ കുടിക്കുന്ന ശീലമുണ്ട്, അത് ഒഴിവാക്കണമെന്നല്ല. എപ്പോഴും ദിവസം 10 ചായ കുടിച്ച് 10 കാപ്പി കുടിച്ചു കഴിഞ്ഞാൽ സിസ്റ്റം താറുമാറായി പോകും, അത് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഈ വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള ഭക്ഷണങ്ങൾ, ബേക്കറി പലഹാരങ്ങൾ, മൈദയുടെ കൂടുതൽ വിഭവങ്ങൾ, ഫാസ്റ്റ് ഫുഡ്, ഇതൊക്കെ ദഹിപ്പിക്കാൻ കൂടുതൽ സമയമെടുക്കും. അതുകൊണ്ട് ആസിഡിൻ്റെ ഉൽപ്പാദനം, കട്ടിയുള്ള ആഹാരം ചെന്ന് കഴിഞ്ഞാൽ ആസിഡിൻ്റെ ഉൽപ്പാദനം കൂട്ടും. നമ്മളീ പറയുന്ന ആമാശയത്തിൽ ഗ്രൈൻഡർ ഒന്നും ഫിറ്റ് ചെയ്തിട്ടില്ല. ഈ ദഹനരസം ഉപയോഗിച്ചിട്ടാണ്, ഈ ആസിഡ് ഉപയോഗിച്ചിട്ടാണ് അവിടെ ദഹന പ്രക്രിയ നടക്കുന്നത്. ഓക്കെ, അത് നമ്മൾ മനസ്സിലാക്കണം എന്താണ് നമ്മുടെ ശരീരം. നമ്മൾ അങ്ങനെ ഒരു സബ്ജക്റ്റ് തന്നെ ഇതിൻ്റെ അകത്ത് എടുക്കുന്നുണ്ട്, മനുഷ്യ ശരീരത്തെപ്പറ്റി. മനുഷ്യ ശരീരം എന്ന അത്ഭുതയന്ത്രം നമ്മൾ അറിയണം. നമ്മുടെ ആമാശയം എന്താണ്, അവിടുത്തെ പ്രവർത്തനം എന്താണ്, കഴിക്കുന്ന ആഹാരം എങ്ങനെയാണ് ദഹിക്കുന്നത്, പോഷകങ്ങൾ എങ്ങനെ സ്വീകരിക്കുന്നുണ്ട്, വിസർജ്യം എങ്ങനെ പുറന്തള്ളുന്നു, ഇതൊക്കെ നമുക്ക് വഴിയെ നമുക്ക് പറയാം. അപ്പോൾ ഈ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. അത് കൂടാതെ തന്നെ രാത്രി വൈകിയുള്ള ഭക്ഷണം നേരത്തെ പറഞ്ഞു നമ്മൾ ഒഴിവാക്കുക. ഉറങ്ങുന്നതിന് 2-3 മണിക്കൂർ മുമ്പെങ്കിലും ഭക്ഷണം കഴിക്കുക. വൈകിട്ടുള്ള ഫുഡ് ലൈറ്റ് ഫുഡാക്കുക. തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ അകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിരിക്കുന്ന കാര്യം. അപ്പോൾ ഇതാണ് ആഹാരത്തെപ്പറ്റി പൊതുവെ പറയാനുള്ള കാര്യം. ഇനി പലരും ചോദിക്കുന്നൊരു സംശയമാണ്, ഈ ആഹാരം കഴിക്കുന്ന പോലെ തന്നെ വെള്ളം വളരെയധികം പ്രാധാന്യമുള്ള സംഭവമല്ലേ. അപ്പോൾ നമ്മൾ ശരിക്കും ഈ വെള്ളം എങ്ങനെയാണ്, ചിലർ പറയാറുണ്ട് ആഹാരത്തിന് മുമ്പ് വെള്ളം കുടിക്കരുത്, അല്ലെങ്കിൽ ആഹാരത്തിന് മുമ്പ് വെള്ളം കുടിക്കണം, ആഹാരത്തോടൊപ്പം വെള്ളം കുടിക്കരുത്. ഇതിലെന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ എന്നുള്ളതാണ്. ഇപ്പം ജലം എന്നുള്ളത് തന്നെ ജീവൻ ലയിക്കുന്നതാണ് അല്ലേ. സാധാരണഗതിയിൽ നമ്മൾ പറയാറുണ്ട്, ഒരു മുതിർന്നൊരു വ്യക്തിക്ക്, ഒരു അഡൽട്ടിന് 2 മുതൽ 3 ലിറ്റർ വരെ വെള്ളം ഒരു ദിവസം വേണം. അതായത് 8 മുതൽ 12 ഗ്ലാസ് വരെ വെള്ളം നമ്മൾ പൊതുവെ കണക്കാക്കിയാൽ. എന്നാൽ എല്ലാവരും കൃത്യം ഇത്ര ലിറ്റർ വെള്ളം കുടിക്കണമെന്ന് നമുക്ക് പറയാൻ സാധ്യമല്ല. ഓരോരുത്തർക്കും ആവശ്യമായ വെള്ളത്തിൻ്റെ അളവ് പല പല ഘടകങ്ങളെ ആശ്രയിച്ചിട്ടാണ് ഇരിക്കുക. ഇപ്പോൾ ബോഡി വെയിറ്റ് കൂടുതലുള്ള ഒരാൾ, കൂടുതൽ ശരീരമുള്ള ഒരാൾക്ക് ശരീരത്തിലെ കോശങ്ങളുടെ പ്രവർത്തനങ്ങൾക്കായിട്ട് കൂടുതൽ വെള്ളം കുടിക്കാൻ വേണ്ടി വരും. അതേപോലെ ഇപ്പോൾ ജിമ്മിൽ അല്ലെങ്കിൽ അമിത വ്യായാമം ചെയ്യുന്നവർ, അതികഠിനമായ ജോലി ചെയ്യുന്നവർ, അവർ സാധാരണ നമ്മൾ ഈ പറഞ്ഞ അളവിനേക്കാൾ കൂടുതൽ വെള്ളം കുടിക്കേണ്ടി വരും. ഇനി ചൂടുള്ള കാലാവസ്ഥ, വിയർപ്പിലൂടെ കൂടുതൽ ജലം നഷ്ടപ്പെടും അല്ലേ, ലവണങ്ങൾ നമുക്ക് നഷ്ടപ്പെടും. ആ സമയത്ത് നമുക്ക് കൂടുതൽ വെള്ളം കുടിക്കേണ്ടി വരും. ഇനി
നമ്മളിപ്പോൾ കൂടുതൽ AC ഉപയോഗിക്കുന്നവരാണ്. അപ്പോൾ അത് പലപ്പോഴും ദാഹം കുറവായിരിക്കും. ശ്രദ്ധിക്കേണ്ട കാര്യം, ദാഹം കുറവാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ മിതമായ അളവിലുള്ള 2-3 ലിറ്റർ വരെ AC-യിലാണെങ്കിൽ നമ്മൾ വെള്ളം കുടിക്കണം എന്നാണ് പറയുക. അല്ലെങ്കിൽ ശരീരത്തിന് നമ്മൾ അറിയാതെ തന്നെ നിർജ്ജലീകരണം സംഭവിക്കും, പല അസുഖങ്ങളുണ്ടാകും. പലർക്കും സംഭവിച്ചിട്ടുണ്ട്. AC മുറിയിലിരിക്കുമ്പോൾ ദാഹം കുറവായിരിക്കുമല്ലോ, അപ്പോൾ നമ്മൾ വെള്ളം ആവശ്യത്തിന് കുടിക്കില്ല. അപ്പോൾ ശരീരത്തിന് പല പ്രശ്നങ്ങളുണ്ടാവും, നിർജ്ജലീകരണം ഉണ്ടാവും. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വെള്ളം കുടിക്കണം. ഈ പറഞ്ഞ രീതിയിൽ പറഞ്ഞ പോലെ കായിക താരങ്ങൾ, ജിമ്മിൽ എക്സർസൈസ് ചെയ്യുന്നവർ, കഠിനമായ വ്യായാമങ്ങൾ ചെയ്യുന്നവർ, അവർ ഈ പറഞ്ഞതുപോലെ ആവശ്യത്തിന് സാധാരണക്കാർ കുടിക്കുന്നതിനേക്കാൾ കൂടുതൽ വെള്ളം കുടിക്കണം. അപ്പോൾ ശരീരത്തിന് ആവശ്യത്തിന് വെള്ളം എത്തുന്നുണ്ടോ എന്ന് എങ്ങനെ നമുക്ക് മനസ്സിലാക്കാം? നോർമലി നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യം, നമ്മൾ ഈ മൂത്രം ഒഴിക്കുന്ന സമയത്ത് മൂത്രത്തിന് പൊതുവെ തെളിഞ്ഞ ഒരു വെള്ള നിറമായിരിക്കും, അല്ലെങ്കിൽ നേരിയ ഒരു മഞ്ഞ നിറമായിരിക്കും. ഇതാണെങ്കിൽ ആവശ്യത്തിന് വെള്ളമുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇത് നമ്മുടെ തൊണ്ട കൂടുതൽ വരളുന്നു, ചുണ്ട് വരളുന്നു, ത്വക്ക് വരളുന്നു, ഇതൊക്കെ വെള്ളം കുറവാണെന്നുള്ളതാണ് കാണിക്കുന്നത്. പിന്നെ പല ഘടകങ്ങളുമുണ്ട്. ഇനി കടും മഞ്ഞ നിറത്തിലാണ് നമ്മളുടെ മൂത്രം പോകുന്നതെങ്കിൽ അത് നിർജ്ജലീകരണത്തിൻ്റെ, ഡീഹൈഡ്രേഷൻ്റെ ലക്ഷണം കാണിച്ചു തരുന്നതാണ്. അപ്പോൾ നന്നായിട്ട് നമ്മൾ വെള്ളം കുടിക്കണം. ശരീരം വെള്ളം ആവശ്യപ്പെടുന്ന സമയത്ത് സ്വാഭാവികമായി നമുക്ക് ദാഹം തോന്നുന്ന സമയങ്ങളിൽ, ആ ദാഹം എന്ന് പറഞ്ഞാൽ ഒരു സൂചനയാണ്, വെള്ളം വേണം, കൃത്യമായിട്ട് നിങ്ങൾ വെള്ളം കുടിക്കണം. ഓക്കെ, നമ്മൾ കുടിക്കുന്ന വെള്ളം മാത്രമല്ല, സാധാരണ കുടിക്കുന്ന പച്ചവെള്ളം മാത്രമല്ല, നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലൂടെ വെള്ളം വരുന്നുണ്ട്. ഇപ്പോൾ കഞ്ഞി കുടിച്ചാൽ കഞ്ഞിവെള്ളം, ജ്യൂസുകൾ, വെള്ളരിക്ക, തണ്ണിമത്തൻ, ഇതിലൂടെയൊക്കെ നമുക്ക് ജലം നമ്മുടെ ഉള്ളിൽ എത്തുന്നുണ്ട്. പച്ചക്കറികളിലൂടെ നമുക്ക് ജലം എത്തുന്നുണ്ട്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ എപ്പോഴും 1-2 ഗ്ലാസ് വെള്ളം കുടിക്കണം. അത് നല്ല രീതിയിൽ മലശോധനയ്ക്ക് സഹായിക്കും, ദഹന വ്യവസ്ഥയെ ആക്റ്റീവ് ആക്കും, ശരീരത്തിലെ മാലിന്യങ്ങളെ പെട്ടെന്ന് പുറന്തള്ളും. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. രാവിലെ എഴുന്നേറ്റ് നമ്മളൊന്ന് മുഖമൊക്കെ ഒന്ന് വായൊക്കെ ഒന്ന് കഴുകിയിട്ട് വെള്ളം കുടിക്കുന്നത് വളരെ നല്ലതാണ്. ഇനി ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ വെള്ളം കുടിക്കാമോ? അമിതമായി വെള്ളം കുടിക്കരുതെന്നാണ് പറയുക. കാരണം അമിതമായി വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ഇതൊരു ആസിഡാണല്ലോ, ആസിഡിലേക്ക് വെള്ളം ഒഴിച്ചാൽ അതിൻ്റെ പവർ പോകും, അപ്പോൾ ദഹനത്തിന് പ്രശ്നം ഉണ്ടാവും. അപ്പോൾ ഭക്ഷണം കഴിക്കുന്നതിനും ഒരു 15 മിനിറ്റ് മുമ്പ് തൊണ്ട നനയ്ക്കുക, അല്ലെങ്കിൽ ചെറുതായിട്ട് വെള്ളം കുടിക്കാം. ഭക്ഷണം കഴിക്കുമ്പോൾ പരമാവധി ഒഴിവാക്കുക. ഇനി ഇറങ്ങുന്നില്ലെങ്കിൽ ചെറുതായിട്ട് സിപ്പ് ചെയ്ത് കുടിക്കാം. ഓക്കെ, ഭക്ഷണം കഴിഞ്ഞ് കുറച്ച് സമയത്തിന് ശേഷം കുടിക്കുക. അതായത് ഭക്ഷണത്തിന് മുമ്പോ ശേഷമോ, കുറച്ച് സമയത്തിന് ശേഷം, ഭക്ഷണത്തിന് മുമ്പ്, അത് കഴിക്കുന്നതിന് കുറച്ച് മുമ്പ്, ഭക്ഷണത്തിന് ശേഷം കുറച്ച് സമയത്തിന് ശേഷം വെള്ളം കുടിക്കുന്നതാണ് നോർമലി നല്ലതെന്ന് പറയും. ഈ കാരണമാണ്, ആസിഡിലേക്ക് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ നല്ല ദഹനം നടക്കില്ല. അപ്പോൾ ഒരു രക്ഷയില്ല. ഭക്ഷണം ഇറങ്ങുന്നില്ലെങ്കിൽ സിപ്പ് ചെയ്ത് കുടിക്കുന്നതിനും പ്രശ്നമില്ല, കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഇനി ചില രോഗങ്ങളുള്ളവരൊക്കെ ഉണ്ട്, ഇപ്പോൾ വൃക്ക രോഗങ്ങൾ, അല്ലെങ്കിൽ ഹൃദ്രോഗം പോലെ, അങ്ങനെ ചില ആരോഗ്യ പ്രശ്നങ്ങളുള്ളവരൊക്കെ എത്ര വെള്ളം കുടിക്കണം, ഏത് രീതിയിൽ കുടിക്കണം എന്നൊക്കെ നിങ്ങൾ ഡോക്ടറുടെ ഇതിനനുസരിച്ചിട്ട് വേണം. രോഗാവസ്ഥകളുള്ളവർ ഈ പറഞ്ഞ പോലെ അമിതമായി വെള്ളം ചിലപ്പോൾ കുടിക്കാൻ പാടില്ലാത്ത ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ടാകും, കിഡ്നി പ്രോബ്ലമൊക്കെ. അപ്പോൾ അതിന് ഡോക്ടറുടെ നിർദ്ദേശാനുസരണം കുടിക്കണം. അപ്പോൾ നോർമൽ ആരോഗ്യവത്തായിരിക്കുന്ന ഒരാൾ ഈ പറഞ്ഞ രീതിയിൽ വെള്ളം ഉപയോഗിക്കുന്നു നല്ലത്. ഓക്കെ, കരിക്കിൻ വെള്ളം, ജ്യൂസ്, കരിമ്പിൻ ജ്യൂസ്, തണ്ണിമത്തൻ, വെള്ളരിക്ക, നമ്മളീ പറഞ്ഞ കാര്യങ്ങളൊക്കെ ജലം കൂടുതലുള്ള കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഇടയ്ക്ക് കുടിക്കാം. മോരും വെള്ളം പോലെയുള്ള കാര്യങ്ങളൊക്കെ കുടിക്കാം. എന്തായാലും ഒരു ദിവസം 2 മുതൽ 3 ലിറ്റർ വരെ വെള്ളം കുടിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതാണ് ചുരുക്കത്തിൽ, കുറച്ച് നീണ്ടുപോയി, ആഹാരത്തെപ്പറ്റി, വെള്ളത്തെപ്പറ്റി പറയാനുള്ളത്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, അത് അടുത്ത ഭാഗത്ത് നമുക്ക് കൂടുതൽ പറയാം. നമസ്തേ, ഓം നമഃ ശിവായ.